ഒരു പാപം ചെയ്തു. ആര് ചെയ്തു? ഒരാൾ. ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ പ്രാർത്ഥനയിൽ, 4 ദിവസം പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവം വ്യക്തമായി സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ശരിക്കും പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് നിഴലായി അന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയ നിയമസഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് വളരെ പൊരുളായി അനുഭവിക്കാനും നമുക്ക് കഴിയും. അതിലൊന്ന് നമുക്കറിയാം, തൻ്റെ ജനം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. ഒരു ഫറവോൻ എന്ന് പറഞ്ഞ ഒരു ക്രൂരനായ ഒരു ചക്രവർത്തി, അദ്ദേഹം ഇവരെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ഫറവോൻ എന്ന് പറയുന്നതും ആ മിസ്രൈം എന്ന് പറയുന്നതും അത് ബന്ധനത്തിലാണ്, പിശാചാണ് അല്ലേ. ഈ ഫറവോൻ അവൻ ഊഴിയ വിചാരന്മാരെ അല്ലെങ്കിൽ ടാസ്ക് മാസ്റ്റേഴ്സ് അല്ലേ, അവരെ കൊണ്ട് നിരന്തരം ഇവരെ ടോർമെൻ്റ് ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ പീഡനം അനുഭവിച്ചുകൊണ്ടാണ് ഇവർ നീണ്ട കാലം, അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ അവരിങ്ങനെ നിലവിളിച്ചു ദൈവത്തോട്. അവർ നിലവിളിച്ചു എന്നുള്ളത് നമുക്ക് പിന്നീട് ദൈവം മോശയോട് പറയുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ട് കേട്ടോ, അവരുടെ നിലവിളി ഞാൻ കേൾക്കാതൊന്നും ഇരിക്കും, ഞാൻ കേട്ടിട്ട് ഞാൻ അതിനൊരു പരിഹാരം വരുത്താൻ പോവുക, അതിനാണ് നീ പോകണമെന്ന് പറഞ്ഞിട്ട് മോശയെ അയച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളത് കേട്ടു. അപ്പം ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിമത്തത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു ജനം. അപ്പം നമ്മൾ ചിന്തിക്കും, സഭയിലുള്ള ഞങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെട്ടതല്ല, ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വിടുവിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. ശരി, നല്ല കാര്യം. പക്ഷേ ഒരു സത്യം പറയാം, ചിലപ്പോഴെങ്കിലും നമ്മൾ സഭയിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ചിലരെങ്കിലും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ബന്ധനത്തിൽ അല്ലെങ്കിൽ അന്ധകാരത്തിൽ അല്ലെങ്കിൽ മിസ്രൈമിൽ അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമത്തത്തിന് കീഴിൽ തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുക, ഓൺലൈനിൽ ഞങ്ങൾ കേൾക്കുന്നവരോടും ചോദിക്കുക, ആർ യു ഔട്ട് ഓഫ് ബോണ്ടേജ്? നിങ്ങൾ ഇന്നും ഈ പറഞ്ഞ അടിമത്തത്തിൽ ഇരിക്കുകയാണോ? പിശാചിൻ്റെ അടിമയായിട്ട് ഇന്നും ഇരിക്കുകയാണോ പ്രിയപ്പെട്ടവരെ? പലപ്പോഴും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് തോന്നും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്, അതൊരു ചോയ്സാണ്. വെദർ ഐ വോണ്ട് ടു ബി അണ്ടർ ബോണ്ടേജ് ഓർ ഡു ഐ വോണ്ട് ടു ബി ഡെലിവേർഡ് ആൻഡ് മെയ്ഡ് ഫ്രീ അല്ലേ. ഒരിക്കലും നല്ലോണം ഓർക്കുക, പിശാചിൻ്റെ അടിമത്തത്തിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. അതിനൊരു ആമേൻ പറയാമോ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മോശ എന്ന് പറഞ്ഞത്, ഞങ്ങളെ വിട്ടയക്കണം, ഞങ്ങളുടെ ജനത്തെ നീ വിട്ടയക്കണം. ദൈവത്തിൻ്റെ ജനമോ അവർ വിട്ടയച്ചേ പറ്റൂ. ഫറോൻ ഒരു വിധത്തിൽ വിടത്തില്ല, ഓരോ ന്യായം പറഞ്ഞു ഇങ്ങനെ അവരെ പിടിച്ചു വയ്ക്കാൻ നോക്കി. അപ്പോഴൊക്കെ പറഞ്ഞു, നോ വി നീഡ് ടു ഗോ ഔട്ട് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഞങ്ങൾ പോയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റൂ. ഞാനൊരു കാര്യം പറയാം, ശരിക്കും വിടുവിക്കപ്പെട്ടവർക്ക് മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, എനിക്ക് മിസ്രൈമിൽ ഇരുന്നുകൊണ്ടും എനിക്ക് ആരാധിക്കാം. പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. വി കാൺഡ് വർഷിപ്പ് ഗാഡ് അല്ലേ. നമുക്ക് പുറത്ത് വന്നേ പറ്റൂ പ്രിയപ്പെട്ടവർ. അതിനോട് ചേർന്നാണ് ഞാൻ ഈ പറയുന്നത്. അവിടെയാണ് ദൈവം അവരുടെ നിലവിളി കേട്ടിട്ട് അടിമത്തത്തിലിരിക്കുമ്പോഴും ഈ ഊഴിയ വിചാരന്മാരുടെ ഈ ദണ്ഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ നിലവിളിച്ചു. പക്ഷേ ആ നിലവിളി ദൈവം കേട്ടു. അതിൻ്റെ അർത്ഥം ഇന്ന് ഭൂമിയിലുള്ള സകലരും ഈ പിശാചിൻ്റെ അടിമത്തത്തിലിരുന്ന് ഈ പറഞ്ഞ പോലെ അവരും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്നൊരു നിലവിളി പൊങ്ങുന്നുണ്ട്. ആ നിലവിളി കേട്ടിട്ട് ദൈവം അതിന് പരിഹാരം വരുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകനെ അയച്ചു. അന്നൊരു മോശയെ അയച്ചെങ്കിൽ 2000 കൊല്ലം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു. ആ പുത്രൻ വന്ന് അല്ലേ ഈ ഇരുട്ടിൽ നിന്ന് വിടുവിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്ത് തീർത്തു. ഇന്നും 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് പുറകോട്ട് നോക്കി ആ പുത്രൻ ചെയ്ത ആ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ആ പുത്രനിലൂടെ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. നമുക്ക് നിത്യരക്ഷ നമുക്ക് സൗജന്യമായി ആ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമം മാത്രം. ഇവിടെ ആരും ഒത്തിരി ബഹളം വെച്ച് അല്ലേലിയും ബഹളമൊന്നും പറയത്തില്ലായിരിക്കും. പുതുതായിട്ട് വരുന്നവർ ചിന്തിക്കരുത്. അസംബ്ലീസ് ഹോളിലെ പാസ്റ്റർ ചിന്തിക്കും, ഇവിടെ എന്തൊരു അനക്കവും ഇല്ല, ഇവിടെ ഫ്യൂണറൽ സർവീസ് ഉച്ചയ്ക്കല്ലേ, ഇവിടെ എന്താണ്? ഇവിടെ അങ്ങനെയാണ് പാസ്റ്ററെ. അല്ലെങ്കിൽ ഞാൻ പിന്നെ 10-29 കൊല്ലമായിട്ട് അവരെ അങ്ങനെ ട്രെയിൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാനേ പൊതുവേ ഒരു ബഹളം കുറഞ്ഞ ആളാണ്. പിന്നെ
ദൈവം തന്നവരും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഈ പറയപ്പെടുന്ന ദൈവവചനം നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതിവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിലായാലും ശരി. കാര്യം ഈ ദിവസങ്ങളിൽ ബഹളത്തിനൊരു സമയമുണ്ട്. പക്ഷേ എന്നും ബഹളം വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് സത്യം വിളിച്ചു പറഞ്ഞേ പറ്റൂ. ഇനിയും അന്ധകാരത്തിലിരിക്കാൻ പറ്റത്തില്ല. ഈ പട്ടണം ഇനി അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. അതിനു വേണ്ടി ഉണർന്ന് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതാണ് ദൈവസഭ. പക്ഷേ സഭയ്ക്കുള്ളിലിരിക്കുന്നവർ തന്നെ ഇരുട്ടിലിരുന്നാൽ പിന്നെ എങ്ങനെ നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയും? നമ്മൾ വെളിച്ചങ്ങളാണ്, വിളക്കാണെന്ന് പറയുന്നു. പക്ഷേ വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെച്ചാൽ എന്ത് ഗുണം? അത് കൊളുത്തി എവിടെ വയ്ക്കണമോ അവിടെ വയ്ക്കണം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലം ദൈവസഭ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. അതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് തീർന്ന മറ്റ് 2-3 പ്രധാന വലിയ യോഗങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു. അതിൽ സംബന്ധിച്ച് പലരോടും ഞാൻ ചോദിച്ചു, എന്താണ് കർത്താവ് പറയുന്നത്? അപ്പം അവരും എല്ലാം പറഞ്ഞു, ഇത് തന്നെയാണ് കർത്താവും പറഞ്ഞത്. അതിൻ്റെ അർത്ഥം, താങ്ക് ഗോഡ്, ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു ചർച്ച് ഇൻ ദ സെയിം വേ. അല്ലേ, ദൈവം അവിടെ ഒന്നും ഇവിടെ ഒന്നും പറയത്തില്ല, എല്ലായിടത്തും ഒരുപോലെയാണ് പറയുന്നത്. കാര്യം ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മടങ്ങി വാ, എൻ്റെ അടുത്തേക്ക് മടങ്ങി വാ. പഴയ നിയമത്തിലെ ഓരോ പ്രാവശ്യവും യഹോവയായ ദൈവത്തിൻ്റെ ഓരോ പ്രാവശ്യമുള്ള ദൂത് എന്താണ്? റിപ്പന്റ്, ടേൺ ബാക്ക്, കം ടു മീ, എൻ്റെ അടുത്തേക്ക് വാ, വിട്ടു തിരിഞ്ഞു വാ, തിരിഞ്ഞു നടന്നു വാ എൻ്റെ അടുത്ത്. നീ എന്നെ വിട്ട് ദൂരെ പോയി, മടങ്ങി വാ, മടങ്ങി വാ. യേശുവിന് വേണ്ടി വഴിയൊരുക്കാമെന്ന യോഹന്നാൻ സ്നാപകനും അത് തന്നെയാണ് പ്രസംഗം, റിപ്പന്റ്, മടങ്ങി വാ. യേശുവും തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. അതിൻ്റെ അർത്ഥം മടങ്ങി വാന്നേ ഉള്ളൂ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എല്ലാവരും ഈ പറഞ്ഞ അന്യഭാഷകളിലൊക്കെ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, ജനം ഓടി വന്നു. അല്ലേ, ആത്മനിറവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. പക്ഷേ പ്രസംഗിച്ചിട്ട് ഒടുവിൽ എന്തായിരുന്നു? ആകയാൽ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. അല്ലേ, ജാതികളുടെ വീട്ടിലേക്ക്, കൊർന്നേല്യോസിൻ്റെ വീട്ടിലേക്ക് പൗലോസിനെ അയച്ചു. അവിടെയും ജാതികളും മാനസാന്തരപ്പെടുവാനാണ് പറഞ്ഞത്. എല്ലായിടത്തും അന്നും ഇന്നും, അല്ലേ, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഇന്ന് ഈ 2025 ഒരു സന്ദേശമേ ഉള്ളൂ. എന്താണ്? മടങ്ങി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരണം. അതാര് വരണം? ഇരുട്ടിലിരിക്കുന്നവർ മാത്രമല്ല. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈവൻ ദ ചർച്ച് ഹാസ് ടു റിപ്പന്റ് ആൻഡ് ടേൺ ബാക്ക് ടു ഗോഡ്. അതാണൊരു വാക്യം ഇങ്ങനെയുണ്ട്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ, അവർ തങ്ങളുടെ ദുർമാർഗങ്ങളൊന്ന് വിട്ടിരുന്നെങ്കിൽ, അല്ലേ, അവരുടെ പാവങ്ങളൊന്ന് ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ, ഞാനത് പാവങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക മാത്രമല്ല, ബോണസായിട്ട് ഞാൻ ദേശത്തെ സൗഖ്യമാക്കുകയും കൂടെ ചെയ്തേനെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയും, നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യം രാഷ്ട്രീയക്കാരുടെ കയ്യിലല്ല, ഭരിക്കുന്നവരുടെ കയ്യിലല്ല. ദേശത്തിൻ്റെ സൗഖ്യം സഭയുടെ കയ്യിലാണ്. അല്ലേ, ദേശത്തിൻ്റെ സൗഖ്യം വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ദൈവസഭയാണ്. പക്ഷേ ദൈവസഭ എന്ത് ചെയ്യണം? അതിനുവേണ്ടി മടങ്ങി വരണം, ദൈവമുഖത്തേക്ക് നോക്കണം. ഈ ദിവസങ്ങളിൽ പട്ടണത്തിലെ നിന്ന് മാത്രമല്ല, കേരളത്തിലെ നിന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് ദൈവമുഖത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ദേശത്തെ ദൈവം സൗഖ്യമാക്കും. കാര്യം ദേശത്ത് ജനങ്ങൾ നിലവിളിക്കുക, ഈ പറഞ്ഞ പോലെ ദണ്ഡനം, ഈ പറഞ്ഞ പോലെ ടോർമെൻറ്റ്. പിശാചിൻ്റെ അവനൊരു കാര്യമേ പിശാചിനെ അറിയാവൂ, ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലേ, അപ്പം ഈ പിശാച് എല്ലാവരെയും ഇട്ട് ദണ്ഡിപ്പിക്കുക. അപ്പം ഇത് കാരണം നിലവിളിക്കുക. പക്ഷെ ഇങ്ങനെ നിലവിളിക്കും, ഈ നിലവിളി ദൈവസന്നിധിയിൽ ചെല്ലുന്നുണ്ട്. ദൈവത്തിന് ഈ പറഞ്ഞ പോലെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പ്രവർത്തിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ശക്തിയും അധികാരവും തന്ന് അയച്ചിരിക്കുന്നത് ദൈവസഭയാണ്, പ്രിയപ്പെട്ടവരെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് മനസ്സിലാകാതിരിക്കുന്ന ഒരേ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവസഭ മാത്രമാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ വിളി നമ്മൾ കേൾക്കണം, പ്രിയപ്പെട്ടവർ. അപ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന, ഇപ്പോഴും വെളിച്ചത്തിലേക്ക് വരാത്ത ഒരു കൂട്ടർ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ കടന്നു പറയാം. ചിലപ്പോഴെങ്കിലും സഭയ്ക്കുള്ളിലും വെളിച്ചത്തിലാണ് ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് ഇപ്പോഴും ഉള്ളുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ അന്ധകാരത്തിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാ. രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മളങ്ങ് ചിന്തിക്കും, രക്ഷിക്കപ്പെട്ടു എന്ന് അവരും ചിലപ്പം ചിന്തിക്കും. പക്ഷെ അങ്ങനല്ല. കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായി, ഈ കർത്താവിൻ്റെ വചനമനുസരിച്ച്, ഈ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അത് ജീവിത വിശുദ്ധിയിൽ തങ്ങളെ കാക്കുകയും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നൊരു കൂട്ടർ. അവർക്ക് പ്രത്യേകം യൂണിഫോം ഒന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിമോ ഒരു പ്രത്യേക പെന്തക്കോസ്ത് എന്നൊരു പേരോ അങ്ങനെയൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ
ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഈ വചനപ്രകാരം വചനത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിച്ച് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലും ഞാൻ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടമാണ് ദൈവസഭ, പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇന്നത്തെ പ്രശ്നം, ഇന്ന് സഭകളിലെല്ലാം അനേകർ കടന്നു വരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലർ പറയും നല്ല പാട്ടാണ്, ചിലർ പറയും നല്ല പ്രസംഗമാണ്, ചിലർ പറയും നല്ല കൂട്ടായ്മ. ഇതൊക്കെ നല്ലത്, ഇതൊക്കെ എൻ്റെ ബൈ പ്രോഡക്ട്സാണ്. പക്ഷേ അതിനുവേണ്ടി അല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് കേൾക്കുകയും അവർ ശരിക്കും പറഞ്ഞാൽ അവരെ വിളിച്ച വേലയ്ക്കായി സജ്ജമാക്കപ്പെടുകയും. എന്താണ് വേല? പുറത്തുപോയി അവർ സാക്ഷിയാകുക എന്നുള്ളതാണ് അവരുടെ വേല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൺഡേ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദേ ക്രൗഡ് ദ ചർച്ച്, ഇവിടെ വന്ന് എല്ലാം കൂടെ ഇടുങ്ങി കൂടി തിക്കി തിരക്കിയിരിക്കും. പക്ഷേ ദർ ആർ മൺഡേ ക്രിസ്ത്യൻസ് ഓൾസോ. അതെന്താണെന്നറിയാമോ? ദേ ആർ ക്രിസ്ത്യൻസ് ഫ്രം മൺഡേ ടു സാറ്റർഡേ. അവർ തിങ്കൾ മുതൽ ശനി വരെയും അവർ ക്രിസ്ത്യാനികളല്ല. എവിടെയാണെന്നറിയാമോ? ദേ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ പഠിക്കുന്നിടത്ത്, നിങ്ങൾ ബിസിനസ് മേഖലകളിൽ, നിങ്ങളുടെ അയൽവക്കങ്ങളിൽ, നിങ്ങൾ ഇടപെടുന്ന സകല കാര്യങ്ങളിലും നിങ്ങളൊരു സാക്ഷിയായിരിക്കും. അവരാണ് ശരിയായ ക്രിസ്ത്യാനികൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നല്ലൊരു പങ്കും ഞായറാഴ്ച പള്ളി മാത്രം വന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനികളാണ്. അല്ല പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലം ഇന്ത്യ പ്രത്യേകിച്ച് ഭാരതദേശത്തിൽ ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷമായിരിക്കാം ക്രിസ്ത്യാനികൾ. പക്ഷേ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളൊരു സാക്ഷിയാവുമെങ്കിൽ എന്നേ ഈ ഭാരതം, ഇരുട്ടിലിരിക്കുന്ന ഈ ഭാരതം വെളിച്ചം കണ്ടേനെ. അല്ലേ? ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഇരുട്ടിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ഇന്ന് ഒരു ആഹ്വാനം, ആരെങ്കിലും ഇപ്പോഴും ഇരുട്ടിൽ, അടിമത്തത്തിൽ, ബന്ധനത്തിലിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടേ പറ്റൂ. ഇന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടേ പറ്റൂ. ഇന്ന് പകൽക്കാലം അതിന് ദൈവം ഇടയാക്കട്ടെ. രണ്ടാമത്തെ കൂട്ടരെ പറ്റി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ വളരെ ദൈവം സംസാരിച്ചു. എന്താണെന്നറിയാമോ? അവർ വിടുവിക്കപ്പെട്ടു. അതായത് അവരവിടെ നിന്ന് ഇറങ്ങി ഇനി വന്നു. പെട്ടെന്നൊരു ചെങ്കടൽ, രാത്രിയാണ് കേട്ടോ, രാത്രി ചെങ്കടൽ, മുന്നിൽ ചെങ്കടൽ ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്നൊരു കുളമ്പടി ശബ്ദം പുറകെ തിരിഞ്ഞു നോക്കിയപ്പം ഫറവോനും കൂട്ടരും നേണ്ടി വരുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പകച്ചു നിൽക്കുക. മോശ ഞെട്ടിപ്പോയി. യോ, ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ നട്ട് ഇറക്കിക്കൊണ്ടും വന്നു. ഇനി എങ്ങോട്ട് പോവും? പെട്ടെന്ന് ദൈവം, എന്താ ഇങ്ങോട്ട് നോക്കുന്നേ? നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? വടി എന്നാ നീട്ടി. പെട്ടെന്ന് ചെങ്കടലങ്ങ് പിളർന്നു. അവർ നല്ല ഉണങ്ങിയ നിലത്തൂടുന്ന പോലെ അവർ മുഴുവൻ പേരും അക്കരെ പോയി. അവരക്കരെ അവസാനത്തെ ആൾ അപ്പുറത്ത് കയറിയപ്പോഴത്തേക്കും ഇവരും പുറകെ ഇറങ്ങി. അവർ കൃത്യം വന്ന് പ്ലേസ്ഡായി. കാരണം ദൈവത്തിൻ്റെ ആ പൊസിഷനിങ് ആലോചിക്കുക. ഇവരെ കൃത്യമായിട്ട് ആ ചെങ്കടൽ എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും തിരിച്ച് വെള്ളം വന്ന് മൂടി അവരെല്ലാം മുക്കിക്കളഞ്ഞു. എന്നിട്ട് അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അവർ തിരിഞ്ഞു നോക്കി, അല്ലെങ്കിൽ യഹോവ മേളിൽ നിന്ന് താഴോട്ട് നോക്കി. എന്ത് പറ്റിയെന്നറിയാമോ? അപ്പോഴൊരു സമയത്തിൻ്റെ കണക്ക് എഴുതിയിട്ടുണ്ട്. അറ്റ് ദ 4th watch, എന്താണ്? ആ 4ാം യാമത്തിൽ ആ ശത്രുവിനെ മുഴുവൻ അവിടെ അങ്ങ് നിഗ്രഹിച്ചു. പകരം തൻ്റെ ജനത്തെ സുരക്ഷിതമായി അക്കരെ കടത്തി. ഇന്ന് നമ്മൾ ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ ചങ്ങലയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടാൽ പുത്രൻ്റെ രാജ്യത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലേക്ക് ദൈവം നമ്മളെയും കൊണ്ട്. പിശാച് നമ്മളെ പിടിക്കാൻ പുറകെ വരും, ശരിയാണ്. നമ്മുടെ മുമ്പിൽ വലിയ ചെങ്കടലുകളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ എല്ലാം വിശ്വാസത്തോടുകൂടെ നമുക്ക് നമ്മുടെ ആ കമ്പ് നീട്ടി മുന്നോട്ട് പോകാൻ കഴിയും പ്രിയപ്പെട്ടവരെ. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള ചെങ്കടലുകളെ ദൈവം അത് മാറ്റിത്തരിക തന്നെ ചെയ്യും. എത്ര പേര് ഹല്ലേലൂയ പറയും? ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടങ്ങിയപ്പോൾ എന്തുമാത്രം വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം അതിജീവിച്ച് ഈ നിമിഷം വരെ നമ്മൾ വന്നില്ലേ പ്രിയപ്പെട്ടവരെ? പലപ്പോഴും നമ്മുടെ പുറകിൽ ശത്രു നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് പുറകെ വന്നു, പക്ഷേ നമ്മളെ തൊടാൻ അനുവദിച്ചില്ല എന്നുള്ളത് ഓർക്കണം. ഇനിയും ദൈവം അനുവദിക്കത്തില്ല. ശരി, ഇപ്പുറത്ത് വന്നു, ചെങ്കടൽ വഴിപോലായി, ശത്രുവിൻ്റെ പേടി ഇനിയില്ല. പക്ഷേ ഇപ്പുറം വന്നപ്പോഴൊരു പ്രശ്നം, മരുഭൂമിയാണ്, അവിടെ ഒന്നുമില്ല വേറെ. അപ്പോഴത്തേക്കും വിശപ്പായി, അപ്പോഴത്തേക്കും ദാഹമായി. അപ്പോൾ എന്ത് ചെയ്തിട്ട് അവരുടെ സ്വഭാവം തുടങ്ങി. എന്താണ്? പെറുപെറുത്തു. പിന്നെ അങ്ങോട്ടുള്ള 40 വർഷം ഇസ്രായേൽ ജനം 2 കാര്യത്തിനേ വാ തുറക്കത്തുള്ളൂ. എന്തിനാണ്? ഒന്ന് തിന്നാനും, ഒന്ന് പെറുപെറുക്കാനും. നമ്മളും മോശമല്ല. നമ്മളിപ്പം ഇത്രയും നേരം വാ കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത നേരം എന്തുവാ?
ഇപ്പോൾ ഒരു മണി കഴിയിട്ട് ഇയാൾക്ക് നിർത്താറായില്ലേ? അല്ലേ? പിറുപിറുക്കാൻ നമ്മൾ ഒട്ടും മോശക്കാരൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ പിറുപിറുത്ത് പോകാനല്ല ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ പിറുപിറുത്ത് പരാതി പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഇറച്ചി വേണം. അവരുടെ കൊതിയൊക്കെ അവർ പറയാൻ തുടങ്ങി. അവിടെ ദൈവം കൊടുത്തു. അപ്പം എങ്ങനെയാണ് ആദ്യം ഭക്ഷണം കൊടുത്തത്? അടുത്ത 40 വർഷം അവർക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അവർക്ക് ഒന്നും പോയി മേടിക്കേണ്ടി വന്നില്ല, ഒന്നും നട്ടുണ്ടാക്കേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ട. എന്താണ്? സുഖമായിട്ട് കിടന്നുറങ്ങുക, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പം ഹോം ഡെലിവറി അല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സ്വിഗ്ഗിക്കാരൻ വന്ന് നിൽക്കത്തില്ലേ സാർ? അതുപോലെ ഹോം ഡെലിവറിയാണ് അല്ലേ? അല്ല ചോദിക്കുക, നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ഇപ്പം രാവിലെ അന്നേക്ക് വേണ്ടുന്ന ആ കുടുംബത്തിന് വേണ്ടുന്നത് വന്ന് കിടക്കും. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ അല്ലേ? അങ്ങനെ 40 വർഷം അവർക്ക് മന്ന ഇട്ട് കൊടുത്തു. ഹെവൻലി ഫുഡ് അല്ലേ, മല്ലന്മാരുടെ ഭോജനം എന്നൊക്കെ നമ്മൾ പറയും, സ്വർഗീയ ഭോജനം. അതവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുക. അത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എങ്ങനെ 40 കൊല്ലം ഒരേ സാധനം കഴിച്ചോ എന്തോ. ആലോചിച്ച് നോക്കി, എന്നും പുട്ടുണ്ടാക്കി തന്ന എങ്ങനെയിരിക്കും സഹോദരന്മാർ അല്ലേ? അല്ലേ? സത്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ അവർ 40 വർഷം പക്ഷേ ആ ഫുഡ് കഴിച്ചുകൊണ്ടൊരു ഗുണമുണ്ടായി. അവർക്ക് ആർക്കും രോഗം വന്നില്ല. ഇന്നുള്ളതെല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റുകളാണ് ഏറ്റവും ചിലവ്. കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ മേടിക്കുന്ന മെഡിസിൻ എന്താണെന്നറിയാം? ഓവർ ദി കൗണ്ടർ. ഡിപ്രഷനുള്ള മരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയറിനുള്ളതാണ്. പാൻറ്റോപ്പും പെരിനോമും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ആൻറ്റാസിഡ്സ് ഇഷ്ടം പോലെ അല്ലേ? ഏറ്റവും കൂടുതൽ ചിലവാകുന്നുണ്ട് നമ്മുടെ ഫുഡ് പാറ്റേൺസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് സ്വർഗീയ മന്ന ഇട്ട് കൊടുത്തു. പക്ഷെ മന്നയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അന്നേക്കുള്ളത് അന്നേക്ക് കിട്ടുകയുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല, അല്പം എടുത്ത് സൂക്ഷിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. പിന്നെ അടുത്ത ആൾക്ക് വേണ്ടി, എടി നാളെ രാവിലെ നീ എനിക്കൂടെ ഒന്ന് പിറക്കിയേക്കണേ, ഞാൻ ഇച്ചിരി കിടന്ന് ഉറങ്ങാൻ പോവാ എന്നും പറഞ്ഞ് ഉറങ്ങിയാൽ ആൾക്ക് വേണ്ടി പിറക്കി വയ്ക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം മന്ന ഇറ്റ്സ് ജസ്റ്റ് ഇനഫ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി, ദാറ്റ്സ് ഓൾ. പക്ഷേ ദൈവം അവിടെ അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത് ഈ ജസ്റ്റ് ഇനഫ് ജീവിക്കാനല്ല. ഇതാണ് ഞാൻ അടുത്ത രണ്ടാമത്തെ കൂട്ടർ. ഒന്ന്, അന്ധകാരത്തിൽ ഇപ്പോഴും ഇരിക്കുക, ബന്ധനത്തിൽ ഇപ്പോഴും ഇരിക്കുക. രണ്ടാമത്, വിടുവിക്കപ്പെട്ടു. പക്ഷേ അന്നേക്കുള്ളത് മാത്രം, അവനും അവൻ്റെ കുടുംബത്തിനുള്ളത് മാത്രം പിറക്കി ജീവിക്കുന്ന ഒരു കൂട്ടർ. അതാണ് ഇന്നത്തെ സഭ. അപ്പോൾ നമ്മളതിന് അങ്ങനെയല്ലേ മരുഭൂമിയിലെ സഭയെന്നല്ലേ പറയുന്നത്? മരുഭൂമിയിലെ സഭയെന്നാണോ പറഞ്ഞത്? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്, പുതിയ നിയമത്തിൽ അത് റെഫറൻസ് ഉണ്ട്, ശരിയാ. പക്ഷേ പൗലോസിൻ്റെ എഴുതിലൊന്നും മരുഭൂമിയിലെ സഭ എന്നുള്ള അർത്ഥമല്ല. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നാൾതോറും ജയോത്സവമായി നടത്തുന്നു. നിങ്ങളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഒരു പുതിയ നിയമ വിശ്വാസിയെപ്പറ്റി പറഞ്ഞത്. പക്ഷെ നമുക്കിതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല, ഇതൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ല. അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല. ഞങ്ങൾ ഇന്ന് അന്നുള്ള അതിന് പാട്ടുകളുമുണ്ട്. അന്നുള്ള മന്നയിൽ തൃപ്തരായി. രാവിലെ എഴുന്നേറ്റ് എൻ്റെ അമ്മേകം 5 മണിക്ക് എഴുന്നേറ്റ് പാടുന്നൊരു പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തോ അതിരാവിലെ അല്ല ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾ. ഇത് കേട്ടാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ തൊട്ടിലിൽ കിടന്ന് എന്നെ അമ്മ ആട്ടുമ്പോഴും രാവിലെ പാടുന്ന പ്രാർത്ഥന എന്താണ്? ഇന്നത്തേക്കുള്ള മന്ന കർത്താവേ തരണേ. ശരിയാ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും അത് തന്നെ, ഇന്നത്തേക്കുള്ള ആഹാരം ചോദിക്കണമെന്നാണ്. പക്ഷേ ഒരു പ്രശ്നം, നമ്മളങ്ങ് ഭയങ്കര ടു ഹോളി ആയിപ്പോയി. അല്ലെങ്കിൽ വി ആർ ടു ഹമ്പിൾ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ളത് ഇങ്ങ് തരികയാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞോളാം. വേറെ ആർക്കും കൊടുക്കുകയും വേണ്ട. അടുത്ത ആളുടെ വിഷയം എൻ്റെ വിഷയവും അല്ല. കാര്യം നിങ്ങൾക്ക് തരാൻ വകുപ്പില്ലല്ലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? മന്നയ്ക്ക് റേഷനാണ്, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത ആൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല. കാര്യം നമ്മളെ മന്ന കൊണ്ട് ജീവിച്ചാൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാമോ? ഒരിക്കലും വിധവയായ സ്ത്രീ, അവർക്കൊരു മോനുമുണ്ട്. ദേശത്ത് ക്ഷാമം വന്നു. അവസാനം എന്ത് ചെയ്യും? അവർ ഉള്ളതെല്ലാം കൂടെ അവസാനം വെച്ച് കഴിച്ച് അവസാനം ഒരു പിടി മാവും അല്പം എണ്ണയും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാം? അതുകൊണ്ടൊരു വടയുണ്ടാക്കി കഴിച്ചിട്ട് ചാവാൻ പോവാം. ലാസ്റ്റ് മീൽ ഇല്ല, ലാസ്റ്റ് സപ്പറിന് വേണ്ടി അവരും മോനെ ഇത് ലാസ്റ്റ് മീലാണ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാവാൻ പോവാം. ഓക്കെ, ആ കമ്മി
ശരി, മമ്മി ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാം. അമ്മേ മോനോട് ഇരിക്കണേ, നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് മരിക്കാം. ശരി, മരിക്കാൻ അങ്ങോട്ട് റെഡിയായി അവസാനത്തെ മീലിന് വേണ്ടി അങ്ങോട്ട് അടുക്കളയിലോട്ട് പോയപ്പം കോളിംഗ് ബെല്ല് നോക്കിയപ്പം ഉദ്ദേശി. നോക്കണേ, ചാവാനും സമ്മതിക്കത്തില്ല, ഉദ്ദേശി വന്ന് കയറി. അതും എപ്പോഴാ? ചെറുക്കനാണെങ്കിൽ വിശക്കുന്നെന്ന് കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാം ക്ഷാമമല്ലേ, ആ കൂടി അവൻ അവസാനം കൊടുക്കാൻ പോകുന്ന ലാസ്റ്റ് മീൽ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ഉദ്ദേശിച്ചു. പ്രൈസ് ലോർഡ് സിസ്റ്റർ, മോനെ പ്രൈസ് ലോർഡ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ വിശേഷമൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും അടുക്കളയിലോട്ട് പോവല്ലേ, എനിക്കത് ഒരു അടയുണ്ടാക്കിക്കൊണ്ടു പോവാ. ഇതുപോലൊരു നാണം കെട്ടോ ഉദ്ദേശി എവിടെയെങ്കിലും ഉണ്ടോ? അവരെ ചാവാന്നിരിക്കുക. ക്ഷാമമാണെന്നുള്ള ഉദ്ദേശിക്കും അറിയാം. ഒരു വിധവയുടെ വീട്ടിൽ കയറി വന്നിട്ട് അവർ കഴിക്കാൻ വെച്ചിരിക്കുന്നത് എനിക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. പക്ഷേ അവർ നിങ്ങളെപ്പോലെ അല്ലായിരുന്നു. ആ സ്ത്രീ കാര്യമൊക്കെ പറഞ്ഞാലും ഉള്ളി പുറത്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ഉപദേശിയല്ലേ, ദൈവപുരുഷനല്ലേ, പോയി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ? ദ ലാസ്റ്റ് മീൽ ബിക്കെയിം ദ ലാസ്റ്റിംഗ് മീൽ. ആ ക്ഷാമം കഴിയുന്നത് വരെ അവളും കുടുംബവും അവളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്തുകൊണ്ടാണ്? ജസ്റ്റ് ഇനഫ് ഫോർ ഹെർ ആൻഡ് ഹെർ സൺ, അതായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ അത് ജസ്റ്റ് ഇനഫ് അല്ല, ഇറ്റ് ബിക്കെയിം മോർ ദാൻ ഇനഫ്. ഇന്ന് നിങ്ങൾ ഈ അന്നന്നത്തെ മന്നയും കൊണ്ടിരുന്ന ഇറ്റ് ബി ജസ്റ്റ് ഇനഫ് ഫോർ യു. ബട്ട് മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ആരാന്നറിയോ? അവർ വിശ്വാസത്താൽ ദൈവം വെച്ച വാഗ്ദത്ത ദേശത്തേക്ക് അവരിതാ കാലെടുത്ത് വെച്ചു. അവരീ പറഞ്ഞ പോലെ മരുഭൂമിയിൽ ഇങ്ങനെ അന്നുള്ള റേഷനും കൊണ്ടിരിക്കുകയല്ല, അവർ മോർ ദാൻ ഇനഫ് എന്നൊരവസ്ഥയിലേക്ക് വന്നു. വാക്യങ്ങളിൽ നിന്ന് വായിക്കേണ്ടി വരും. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണെന്ന് ഓർക്കണം. അവിടെ യോശുവ 4-ാം അധ്യായത്തിൽ വരുമ്പം അവിടെ ഒരു വാക്യമുണ്ട്. ഏതാണ് ആ വാക്യം? അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ആ ദേശത്തിലെ വിളവിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ആദ്യമായിട്ടാണ് അവർ ദേശത്തിലെ വിളവ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പം അടുത്ത വാക്യം, അപ്പോൾ മുതൽ മന്ന നിന്നുപോയി. ഇപ്പം നമ്മുടെ പ്രശ്നം ഒരു കാരണവശാലും പെൻഷൻ, എനിക്ക് വേറെ ജോലി കിട്ടി, മക്കളൊക്കെ വെളിയിൽ പോയി, ഞാനും ഇപ്പം PR എടുത്ത് അങ്ങ് ഓസ്ട്രേലിയയിൽ പോയി. പക്ഷേ നാട്ടിലെ പെൻഷൻ അതുപോലെ, അത് KSRTCയിലാണെങ്കിലും പെൻഷൻ എനിക്ക് വേണം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെത്ര വാഗ്ദത്ത ദേശത്ത് ചെന്ന് കാലുകുത്തിയാലും പിന്നെ എന്തു വേണം? പുറകോട്ട് തിരിഞ്ഞ് മന്നയാ. നമ്മൾ അധ്വാനിച്ച് തുടങ്ങുമ്പോൾ നിൻ്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് നമ്മൾ ഫലമെടുത്ത് നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ പിന്നീട് മന്നയില്ല. എനിക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? ദെൻ ഡോണ്ട് എക്സ്പെക്ട് മന്ന. അത് കഴിഞ്ഞു, എൻ്റെ കാലം കഴിഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഇൻ ട്രാൻസിറ്റ് മരുഭൂമിയിലായിരുന്നു. ഇനി ഈ പറഞ്ഞ പോലെ മന്നയുടെ ആവശ്യം നിനക്ക് ഇല്ല. മന്ന ഇറ്റ് വാസ് ജസ്റ്റ് ഇനഫ് ഫോർ യു. പക്ഷേ മിൽക്ക് ആൻഡ് ഹണി, എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശം. പാലും തേനും എന്നുള്ള മെറ്റഫറാണ്, അല്ല വേറൊന്നുമല്ല. പാലും തേനും, എൻ്റെ അർത്ഥം നൗ ദർ ഈസ് അബൻഡൻസ്. പക്ഷേ അത് നിനക്ക് മാത്രമല്ല, നിനക്ക് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ, നിനക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിൻ്റെ സഹോദരനും നിൻ്റെ അയൽക്കാരനും നിൻ്റെ സ്നേഹിതനും കൂടിയുള്ളതാണ്, അല്ലേ? അപ്പം നീയും കഴിക്കും, നിൻ്റെ കൂടെ അനേകർ കഴിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു, അല്ലേ? ഇത് മൂന്നാമത്തെ ഒരു സീസണിലേക്കാണ് ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുന്നത്. അവിടെ ആദ്യം ഈ മന്ന കൊണ്ട് ജീവിച്ച് ഞാൻ കഴിഞ്ഞോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങ് വിടുക. കർത്താവേ, മന്നയ്ക്കായിട്ട് സ്തോത്രം. ഇനി അങ്ങനെ അല്ല കർത്താവ്, നീ എന്നെ പാലും തേനും ഒഴുകുന്ന ആ സമൃദ്ധിയിലേക്ക് നീ എന്നെ കൊണ്ടുവരുന്നെങ്കിൽ, ആ സമൃദ്ധി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളെല്ലാം ഇന്നലെ വല്ല ലോട്ടറി അടിച്ച വല്ലവരും ഉണ്ടോ ഇവിടെ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലോട്ടറിക്കാരൻ ഒരു ലോട്ടറി എൻ്റെ തലയിൽ ഒടിച്ചു വെച്ചു. ഞാനൊരു കാർ പാർക്ക് ചെയ്തൊരിടത്ത് കിടക്കുകയായിരുന്നു. ഉടനെ ഒരു വല്യപ്പൻ വന്ന്, സാറേ ഗ്ലാസ് ഒന്ന് താത്തേ സാർ. ഞാൻ ആദ്യം ഭിക്ഷക്കാരനാന്ന് വിചാരിച്ചപ്പോൾ ലോട്ടറി പൊക്കി കാണിച്ചു. ഞാൻ അയ്യോ അതൊട്ടും വേണ്ട. ഞാൻ ഇല്ല, താല്പര്യമില്ല. ഞാൻ ഗ്ലാസ്, ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട. അയാൾ പറയാ, സാറേ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ചയായുള്ളൂ. ശരിയാ, കണ്ണൊക്കെ ഇങ്ങനെ ഒഴുകുന്നു, എനിക്ക് വെയിലത്ത് വരാൻ പാടില്ല സാറേ, നിവൃത്തിയില്ല സാറേ, നിവൃത്തിയില്ല, കഴിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും തരാം. ഞാൻ അയ്യോ വേണ്ട വേണ്ട വേണ്ട, വലിയ മാന്യനാണ് പുള്ളി, വേണ്ട വേണ്ട വേണ്ട, പൈസയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വേണ്ട. ഇല്ലല്ല സാർ പൈസയൊന്നും വേണ്ട. ചുരുക്കി പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഓണം മമ്പർ 25 കോടി
ഞാൻ വിചാരിച്ച് വില 100 രൂപ ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ 100 രൂപ എടുത്തപ്പോഴാണ്, സാറേ 500 രൂപയോ? ശരി, 500 രൂപ കൊടുത്ത് അയാളൊരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടാ തന്നെ. എന്നിട്ട് അയാളിങ്ങനെ 2 കണ്ണിലൊക്കെ വെച്ച്, ഇത് തീർച്ചയായിട്ടും സാറിന് അടിക്കും. പക്ഷേ നറുക്കെടുപ്പ് ഇന്നലെ ആയപ്പോഴത്തേക്കും അകത്തൊരു ദയവ് ചെയ്ത് പാസ്റ്റർ ലോട്ടറി എടുക്കാൻ ആരെയും ഈ പറഞ്ഞ പ്രോത്സാഹിപ്പിക്കുകയല്ല, അത് എൻകറേജ് ചെയ്യുക ഒന്നുമല്ല. ഞാനൊരു സത്യം പറഞ്ഞ അവസാനം ഇന്നലെ വീട്ടിലാരോ വന്നപ്പോഴാണ് പറഞ്ഞ അടിച്ചില്ലേ? ഞാൻ പറഞ്ഞു അയ്യോ അപ്പോഴാണ്. ഇന്നലെ ഞാൻ പറഞ്ഞാണ്ട് ഇരിപ്പുണ്ട്, അടിച്ചെങ്കിൽ എടുത്തു, അത് കൊടുത്തു. എടുത്ത് നോക്കി, എവിടെ 500 രൂപ പോലും അടിച്ചില്ല. പക്ഷേ എനിക്കൊരാശ്വാസം, ആ പാവപ്പെട്ട മനുഷ്യന് 100 രൂപ അതിൽ കൂടെ കിട്ടിയെങ്കിൽ അത്രയായി അല്ലേ. അതുകൊണ്ട് ആരും, ഞങ്ങളെ കേട്ട ആരും ലോട്ടറി എടുക്കരുത് അല്ലേ. മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, വിൽക്കരുതെന്ന് പറഞ്ഞല്ലേ. ലോട്ടറി എടുക്കരുത്, അതൊരിക്കലും നമുക്ക് വെച്ചിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത്, നമ്മളൊക്കെ ഈ ലോട്ടറി കിട്ടിയിട്ട് എല്ലാവരെയും സഹായിക്കാനിരിക്കുക അല്ല, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ സാക്രിഫിഷ്യലി ഇഫ് വി സ്റ്റാർട്ട് ഗിവിങ്. ആ വിധവയായ സ്ത്രീക്ക് അവൾക്ക് അവസാനമൊന്നും അവൾ ചിന്തിച്ച ആ ഒരു നേരത്തെ ഭക്ഷണമേ അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഭക്ഷണം അവൾ കൊടുത്തു. ഒരു വിധവയ്ക്ക് ആ കൂടി 2 ചില്ലിക്കാശ്, അവൾ അതുകൊണ്ട് ഭണ്ഡാരത്തിലങ്ങ് ഇട്ടു. പക്ഷെ അതിനെ കർത്താവ് അത് കണ്ടു, ഇത് അവൾ മുഴുവൻ ഇട്ടു, അവളാ ഏറ്റവും കൂടുതൽ കൊടുത്തതെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും കാത്തിരിക്കുന്നത്, നേരത്തെ പറഞ്ഞില്ല, പാസ്റ്റർ പറഞ്ഞ പോലെ ലോട്ടറി ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ഞാൻ കുറേ പേർക്കൊക്കെ സഹായിച്ചേനെ. അല്ല, ലോട്ടറി അടിച്ചിട്ട് ആരെയും സഹായിക്കേണ്ട. നമുക്ക് ദൈവം തന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സഹോദരനും കൂടിയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അല്ലേ. ഇനി ഞാൻ പറഞ്ഞേക്കട്ടെ, ഈ അബൻഡൻസ് എന്നൊക്കെ പറയും, അത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പ്രോസ്പെരിറ്റി അല്ല ഇപ്പോൾ ഇവിടെ പറയും. പ്രോസ്പെരിറ്റിയിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നല്ല ഇപ്പം എൻ്റെ വിഷയം. നമ്മളെ ദൈവം അനുഗ്രഹിച്ച ചില അനുഗ്രഹങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ ഭൗതിക അനുഗ്രഹം മാത്രമല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ ആത്മീയമായി നമ്മളെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം അതുപോലെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇന്ന് വിശ്വാസികളുടെ പ്രശ്നം, ആത്മീയമായി അവരനുഭവിക്കുന്ന അനുഗ്രഹം പോലും അവരടുത്ത ആളുമായിട്ട് പങ്കുവയ്ക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ജോയ്ഫുൾ അല്ലേ, നിങ്ങൾക്കൊരു സന്തോഷം, കർത്താവ് തന്ന സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം. പക്ഷെ എൻ്റെ ചോദ്യം, ആ രക്ഷയുടെ സന്തോഷം നിങ്ങൾ മാത്രം അനുഭവിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കും. എവിടെയാണ് പ്രകടിപ്പിക്കുന്നത്? നിങ്ങളിങ്ങനെ പോഞ്ഞ് കെട്ടി ഞായറാഴ്ച രാവിലെ 10:30 വന്ന് പ്രകടിപ്പിക്കാതിരിക്കുക സന്തോഷം. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വന്ന് പ്രകടിപ്പിക്കാനുള്ള അല്ല രക്ഷയുടെ സന്തോഷം. നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ യു വിൽ എക്സ്പ്രസ് ഇറ്റ്. എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, നമ്മൾ വളരെ എക്സ്പ്രസീവാണ്. എന്തൊക്കെ പറഞ്ഞാൽ ആ സന്തോഷം നമ്മൾ മറ്റുള്ള ആളോട് പറയും. ഇനി ഒരാളോട് പറഞ്ഞ് അയാൾക്കൂടി സന്തോഷം ഉണ്ടായി കാണുന്നതിലാണ് നമ്മുടെ സന്തോഷം. ശരിയല്ലേ അല്ലേ? ആ സന്തോഷം ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. പണ്ട് ചിലരെ പറ്റി പറയത്തില്ലേ, 4 കാശ് കൈ കിട്ടിയാൽ അത് കൊടുത്ത് തീർത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ചിലർ പറയത്തില്ലേ. ഇതുപോലെയാണ് നമുക്ക് സന്തോഷം ഉള്ളിൽ കർത്താവ് തന്നാൽ അത് 4 പേർക്ക് കൊടുത്ത് തീർക്കാതെ നമുക്ക് പിന്നെ ഇരിപ്പുറയ്ക്കത്തില്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊരു സമാധാനം കിട്ടി അല്ലേ? ആ സമാധാനം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒട്ടും സമാധാനം സാധ്യതയില്ലാത്തൊരു സമയത്താണ് സമാധാനം കിട്ടിയത്. പക്ഷേ ആ സമാധാനം നിങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതോ ഇതേ കഷ്ടത്തിലൂടെ പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾ ഈ സമാധാനം ഉപയോഗിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാനിവിടെ ഇംഗ്ലീഷ് സർവീസ് പറയുമായിരുന്നു, വേദപുസ്തകത്തിലെ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്പർ 1, പൗലോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, 1 അല്ല 3 വട്ടം പ്രാർത്ഥിച്ചു. എന്താണ്? തനിക്കൊരു ശൂലമുണ്ടായിരുന്നു, എ തോൺ ഇൻ ദ ഫ്ലഷ്. തനിക്ക് ജഡത്തിലൊരു എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയുന്നില്ല, ചിലപ്പോൾ ഒരു ശാരീരിക അവശതയായിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ് ദാറ്റ് വാസ് ലിമിറ്റിങ് ഹിം. പക്ഷേ അത് താൻ ആത്മാർത്ഥമായിട്ട് താൻ 3 പ്രാവശ്യം, ചിലപ്പോൾ എത്ര ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചെന്നറിയത്തില്ല, എത്ര പേരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചെന്നറിയത്തില്ല. പക്ഷേ 3 പ്രാവശ്യം കർത്താവ് ഉത്തരം കൊടുത്തോ? ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കൊടുത്തു. ഇറ്റ് വാസ് എ ഡിഫറെൻ്റ് ആൻസർ. എന്തായിരുന്നു ഉത്തരം? ശൂലം അവിടെ ഇരിക്കട്ടെ, കൃപ തരാം. നമ്മളാണെങ്കിൽ കൃപയെ ആർക്ക് വേണം? ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ചോദിക്കുന്നത് തന്നെ നമുക്ക് വേണം. റിമെമ്പർ, ചിലപ്പോൾ അത് ചോദിക്കുന്നതല്ല ദൈവം തരുന്നത്, പകരം ദൈവത്തിനറിയാം എനിക്ക് എന്താണ് വേണ്ടിയതെന്ന്. ശൂലം എനിക്ക് മാറ്റിത്തരുന്നതല്ല ദൈവത്തിൻ്റെ കണ്ണിൽ ഉത്തരം. കാരണം ദൈവത്തിനറിയാം ഇതാരാണ് മോനെന്ന്. പിന്നെ പുള്ളി പിന്നെ പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ ഇച്ചിരി ഒരു നിഗളിച്ചു പോകാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അറിയാതെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പം
ആ ശൂലം ഒരു കുത്തു കുത്തും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് താഴും അല്ലേ? ഇതുപോലെ നിങ്ങളുടെ ചില ശൂലങ്ങൾ ദൈവം മാറ്റാത്ത നിങ്ങളാരാണ് മോനെന്ന് ദൈവത്തിന് അറിയാം, നിങ്ങളാരാണ് മോളെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ചില ശൂലങ്ങളെ ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കാം, ചിലപ്പോൾ മരുമോളായിരിക്കാം, അത് വീട്ടിൽ തന്നെ വെച്ചിട്ടുള്ളൊരു ശൂലം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അമ്മായിമ്മ തട്ടിപ്പോണേന്ന് പ്രാർത്ഥിച്ചാൽ അവർ 95 വയസ്സാലും അവർ പോവില്ല. പക്ഷേ കർത്താവേ ഇവരെ സഹിക്കാൻ കൃപ തരണമെന്ന് ചോദിച്ചാൽ തരും. പക്ഷെ നമ്മുടെ പ്രശ്നം കൃപ വേണ്ട, ഞാൻ പറഞ്ഞത് എനിക്ക് വേണം. നോ, ശൂലം മാറ്റി തരത്തില്ല പ്രിയപ്പെട്ടവർ. ശൂലത്തിന് പകരം കൃപ തരും, കൃപ തരും. യേശു ഗെത്സമനത്തോടത്തിൽ പ്രാർത്ഥിച്ചു, ഫാദർ ഇഫ് ഇറ്റ്സ് പോസിബിൾ വോണ്ട് യു പ്ലീസ് റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ. ഈ പാനപാത്രം ഒന്നും മാറ്റിത്തരാമോ? മാറ്റിക്കൊടുത്തോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പൗലോസിന് കൃപയെങ്കിലും കൊടുത്ത് യേശുവിന് എന്തിനു കൊടുത്തു? അടുത്ത വാക്യത്തിലുണ്ട്, ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ ശക്തിപ്പെടുത്തി. അതിൻ്റെ അർത്ഥം പാനപാത്രം ചിലപ്പോൾ നീക്കി തരത്തില്ല, പക്ഷേ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തും. അതിൻ്റെ അർത്ഥം സേവാത്മാക്കളായിട്ട് ദൂതന്മാരെ നമുക്ക് വെച്ചിട്ടുണ്ട്. ദർ ആർ മിനിസ്റ്ററിങ് ഏഞ്ചൽസ് whom God has appointed, അല്ലേ? പക്ഷെ നമ്മൾ അറിയുന്ന പോലുമില്ല. നമുക്ക് ദൂതന്മാർ നമുക്കുണ്ട്, നമ്മളെ സേവിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, അല്ലേ? ചിലപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ തരുവാൻ അവരെ കൊണ്ട് കഴിയും, ചിലപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ അവരെ കൊണ്ട് കഴിയും. പക്ഷെ അവരുടെ സാന്നിധ്യവും അവരുടെ ശുശ്രൂഷയും നമുക്ക് അറിയത്തുപോലുമില്ല. ചിലപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവം വിളിച്ചിട്ട് കൂടെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയും, താങ്ക് യു. അപ്പോൾ ഞാൻ ചോദിക്കാം, അത് ആരായിരുന്നു? അറിയത്തില്ലേ? നീ ഉണ്ടായപ്പോഴേ നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ നടന്ന് നിന്നെ സൂക്ഷിക്കാനും നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഞാനൊരാളിനെ അപ്പോയിൻ്റ് ചെയ്ത് വിട്ടതാ. നീ താണ്ട് 84 വയസ്സ് ജീവിച്ചവരെയും അവൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനൊരിക്കൽ പോലും കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. കാര്യം എന്താ? നമ്മൾ ഈ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. പക്ഷെ അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും അക്നോളജ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇന്ന് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു, അല്ലേ? സേവകാത്മാക്കളായി ദൂതന്മാരെ ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല, അല്ലേ? അപ്പം അവിടെ നോക്കിയേ, യേശുവിനെ ഒരു ദൂതൻ വന്ന് ശക്തിപ്പെടുത്തി. പാനപാത്രം നീങ്ങി കിട്ടിയില്ല, പക്ഷെ ശക്തി ലഭിച്ചു. ഇനി അടുത്തത്, പുതിയ നിയമസഭ വലിയൊരു പീഡയിലൂടെ പോയി. പീഡ ഇത്രയേ ഉള്ളൂ, വിളിച്ചൊരു വാണിംഗ് കൊടുത്തു, ഇനി മേലാൽ ഈ നാമത്തിൽ മിണ്ടിപ്പോരുത്. ഇവർ പേടിച്ചുപോയി. അതായത് ഒരു മതനിരോധന ബില്ല് പാസ്സാക്കി അന്നത്തെ കാലത്ത്. ഇവരെല്ലാം കൂടെ വന്ന് വാതിലടച്ചിരുന്നിട്ട് ഒരു നിലവിളി, ഒരു പ്രാർത്ഥനയും. അവിടെ എഴുതിയിരിക്കുന്ന അവരെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ അവരുടെ ഭീഷണി നോക്കണേ, ആ ബില്ലവിടെ നിന്ന് കർത്താവേ അത് റദ്ദ് ചെയ്യണമേ. പക്ഷേ ഭീഷണി ദൈവം മാറ്റിക്കൊടുത്തില്ല. പകരം എന്ത് ചെയ്തു? ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നിടം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ വചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. അതിൻ്റെ അർത്ഥം ഭീഷണി മാറിയില്ല, പക്ഷേ എന്ത് വന്നു? ധൈര്യം, ഒരു ധൈര്യത്തിൻ്റെ അഭിഷേകം ദൈവം കൊടുത്തു, അല്ലേ? അപ്പം നോക്കിയേ, നമ്മൾ ചോദിച്ചതല്ല ദൈവം തന്നത്, പക്ഷേ പകരം നമ്മൾ ചോദിക്കാത്തതൊന്ന് കിട്ടി. ചോദിച്ചത് ശൂലം മാറ്റി കിട്ടണം, കിട്ടിയത് കൃപ. ചോദിച്ചത് പാനപാത്രം മാറ്റി കിട്ടണം, കിട്ടിയത് ശക്തി. ചോദിച്ചത് ഈ പറഞ്ഞ പോലെ ഭീഷണി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പീഡ, അല്ലേ, പെർസിക്യൂഷൻ, അതൊന്ന് മാറ്റിത്തരണം. ദൈവം പറഞ്ഞ് മാറ്റിത്തരത്തില്ല, പകരം എന്ത് ചെയ്യാം? ധൈര്യം തരാം. ഇന്ന് ക്രിസ്തീയ സഭ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ക്രിസ്തീയ സഭയോടും കർത്താവ് പറയുന്നത്, ഇവിടെയുള്ള മതനിരോധന ബില്ലും ഒന്നും ചിലപ്പം മാറ്റിത്തരത്തില്ല, അത് ചിലപ്പം കൂടിക്കൂടി വരും. പക്ഷേ അവിടെ എന്ത് തരും? ക്രിസ്തീയ സഭയ്ക്ക് വലിയ ധൈര്യം തരും. രാജാക്കന്മാരുടെ മുമ്പിലും ഈ പറഞ്ഞ ആരുടെ മുമ്പിലും ഞെളിഞ്ഞു നിന്ന് ഈ പറഞ്ഞ ശക്തിയോടുകൂടി യേശുവിനെ സാക്ഷിക്കുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും. അവർ എന്തും ചെയ്യട്ടെ, അവർ എത്ര നാളും വേണേൽ ജയിലിടട്ടെ, അല്ലേ? അവരെന്ത് പീഡിപ്പിച്ചാലും അവിടെ ധൈര്യത്തോടെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം നമുക്ക് ധൈര്യം തരും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇനി ഇത് പറഞ്ഞു കൊടുത്തേ അതും കൂടെ പറഞ്ഞേക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 4-ാം വാക്യം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. കേട്ടോ, നമ്മളുടെ കഷ്ടങ്ങളിൽ ദൈവം എന്താ ചെയ്യുന്നത്? എന്താ നമ്മൾ പ്രതീക്ഷിച്ചതും നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കഷ്ടങ്ങൾ നീങ്ങിപ്പോണമെന്നല്ലേ?
കഷ്ടം നീക്കിത്തരണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവിടെ കഷ്ടം നീക്കിത്തരുന്നില്ല, പകരം എന്താണ്? അപ്പോഴും നമ്മൾ നേരത്തെ ആറ്റിറ്റ്യൂഡ്, അതാർക്ക് വേണം? ആശ്വാസം അതാർക്ക് വേണം? എൻ്റെ കഷ്ടം നീക്കിത്താ കർത്താവേ. കർത്താവ് പറയാ, ആശ്വാസം തരാം. ഈ കഷ്ടം നീങ്ങി തന്നാൽ നീയല്ലേ ആള്, നീ കഷ്ടം നീങ്ങി അതുവഴി പൊടിയും തട്ടിപ്പോവും. പക്ഷെ ആശ്വാസം തന്നാണല്ലോ. ഇതേ കഷ്ടത്തിലുള്ളവരെ കാണുമ്പം, എനിക്കറിയാം ബ്രദർ കടന്നു പോകുന്ന അവസ്ഥ, ഞാനും ഇതേ അവസ്ഥയെ കടന്നു പോയതാ. പക്ഷേ എനിക്കെന്ത് കിട്ടിയെന്നറിയാമോ? എൻ്റെ കർത്താവ് എനിക്ക് ആശ്വാസം തന്നു. അതുകൊണ്ട് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വിശ്വസിക്കുക, ബ്രദറിനും ആശ്വാസം തരും. കണ്ടോ, നേരത്തെ കഷ്ടം മാറ്റി കൊടുത്തതിന് പുള്ളി പൊടിയും തട്ടിപ്പോയതിന്. ഇപ്പം കണ്ടോ, ഇതേ കഷ്ടത്തിലുള്ളവരെയൊക്കെ കാണുമ്പോൾ ചെന്ന്, ഇപ്പം മനസ്സിലായോ? ഇനിയും വേണോ ഉദാഹരണം? ബൈബിൾ മുഴുവൻ ഇതുപോലുള്ള ഉദാഹരണങ്ങളാണ്. ഇതിനെയൊക്കെ ഞാൻ പറയും, ദീസ് വേർ ഡിഫറെൻ്റ് ആൻസേഴ്സ് അല്ലേ? നിങ്ങൾ ഇതിനെ ഒരു ഉത്തരമായിട്ട് ഏറ്റെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇതിനെ ഒരു വ്യത്യസ്തമായ ഉത്തരവെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് വരെ നിങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇപ്പം നിരാശയായി. അപ്പോൾ എൻ്റെ കാര്യത്തിലൊരു തീർപ്പായി, ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അല്ലേ ബ്രദറെ? അതെ, പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല, ഒരു ആശ്വാസത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ. പക്ഷെ ചില കാര്യങ്ങളെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതുപോലെ ഉത്തരം തരുന്നില്ല. അതിൻ്റെ അർത്ഥം ഉത്തരം തരുന്നുണ്ട്, പക്ഷെ അതിനെ ഉത്തരമായിട്ട് നമുക്ക് ഏറ്റെടുക്കാനുള്ള ഒരു വളർച്ച നമുക്ക് വന്നിട്ടില്ല, ഒരു മെച്യൂരിറ്റി നമുക്കില്ല. അതാണ് പ്രിയം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കിയേ. എന്തിനാ അപ്പോസ്തലന്മാരെ വിട്, ഭക്തരായ ദൈവ മനുഷ്യർ നമ്മുടെയൊക്കെ മുമ്പിൽ ജീവിച്ചു പോയിട്ടില്ലേ? നമ്മുടെ പിതാക്കന്മാരൊക്കെ ഭക്തരായ മനുഷ്യർ എനിക്കറിയാം നേരിട്ട് അവരൊക്കെ ഇതുപോലെ വലിയ കഷ്ടത്തിലൂടെ കഴിഞ്ഞു പോയവരാ. പക്ഷേ അവരാ കഷ്ടതയിലിരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? കഷ്ടതയിലും പാടുവാൻ. അടുത്തത് നഷ്ടം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആരെങ്കിലും നഷ്ടം കൊണ്ടാടിയിട്ടുണ്ടോ? നഷ്ടം കൊണ്ടാടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. നിങ്ങൾ പെട്ടെന്നൊരു സ്തോത്ര പ്രാർത്ഥന വെച്ച്, എന്തു പറ്റി? മോള് തോറ്റുപോയി. ഇന്ന് വരെ ഒരു തോറ്റ കുട്ടിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന വെച്ചിട്ടില്ല. അതേ സമയത്ത് മോന് എന്തത്ര A+++++ ആണെങ്കിൽ പെട്ടെന്നൊരു പ്രാർത്ഥന. പണ്ട് ക്ലസ്റ്റർ വയ്ക്കട്ടെ എന്ന് പുറകെ നടന്നപ്പോൾ വീട് തുറന്നിട്ടില്ല. ഇപ്പം മോന് ++ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കണം, പാസ്റ്റർ വരണം, എത്ര പേര് വരും, ഒരു എണ്ണം തരണേ, എത്ര പേര്, എല്ലാവരും വരാൻ പറ, കുഴപ്പമില്ല, ഫ്രണ്ട് വേണേൽ പന്തലിടാം, എല്ലാവരും വരാൻ പറ. എന്ത് വിഷയം? സൂസൈഡാവോ? അതല്ല, മോന് +++. അവർക്ക് ദൈവം ഒരു കരുണ കാണിച്ചൊരു നന്മ ചെയ്തു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അവർക്കങ്ങ് കൊണ്ടാടണം. പക്ഷെ ഭക്തൻ എന്താ പാടിയെന്നറിയാമോ? നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾക നാഥനെ. അല്ലേ കർത്താവേ, ഒരു നഷ്ടമാണ് എനിക്കുണ്ടാകുന്നതെങ്കിൽ അതിൽ നിരാശപ്പെട്ട് നിങ്ങൾക്കൊക്കെ നഷ്ടത്തിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു ചെറിയ ഇത് കിട്ടിയാൽ മതി. ആദ്യം നിർത്തുന്നത് ഞാൻ നിർത്തി, ഇനി ഞാൻ അങ്ങോട്ടില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് പറയുന്നത് ഞാനിനി അങ്ങോട്ടില്ല പള്ളിയിൽ. ഇതാണ് അല്ലേ? എൻ്റെ പ്രാർത്ഥനയും നിർത്തി, എൻ്റെ വേദോത്സവവും നിർത്തി അടച്ചു വെച്ചു, എൻ്റെ കൂട്ടായ്മയും നിർത്തി, എൻ്റെ ശുശ്രൂഷയും നിർത്തി, എല്ലാം നിർത്തി. കാര്യം എന്താ? നമ്മുടെ കൊച്ചു പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, നമ്മൾ പലപ്പോഴും ദൈവത്തെ നോക്കി കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അങ്ങനെ കാണിച്ച് പിണങ്ങി കട്ടി എന്ന് പറഞ്ഞ് പോയ വല്ലവരും ഉണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വന്നോണം. God had already answered your prayer, but that was a different answer. ദൈവം നിങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞു, പക്ഷേ അത് വ്യത്യസ്തമായൊരു ഉത്തരമായിരുന്നു. ആ വ്യത്യസ്തമായ ഉത്തരം എന്തിനാ തന്നതെന്നറിയാമോ? ദൈവം, ഹീ ഈസ് സോവറിൻ ഗോഡ്, ഹീ നോസ് വാട്ട് എക്സാക്ട്ലി യു നീഡ് ഇറ്റ്. അതുകൊണ്ടാണ് അവൻ ആ ഉത്തരം തന്നെ തന്നത്. നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. സമയം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം എടുത്തു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കാതെ പോയ പ്രാർത്ഥനകളുടെ കണക്കുണ്ടോ? അതേ ഉള്ളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരമല്ല വന്നത്. നിങ്ങളൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗി മരിച്ചുപോയി. എന്തു പറയും നിങ്ങളതിനെ? ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, 17 ദിവസമേ ജീവിച്ചുള്ളൂ, 17 ദിവസം കുഞ്ഞ് പോയി, ഞാൻ തന്നെ അടക്കിയത്. ഞങ്ങൾക്ക് അതിനുശേഷം കുഞ്ഞുങ്ങളില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയുക, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ചില വീടുകളിൽ ചെല്ലുമ്പം ചില ചലഞ്ചായിട്ടുള്ള സ്പെഷ്യൽ ചൈൽഡ് എന്നൊക്കെ പറയത്തില്ലേ, ചില കുഞ്ഞുങ്ങളെയും കൊണ്ട് ചില
അപ്പനമ്മമാർ പെടുന്ന പാട് കാണുമ്പം ഞാൻ അറിയാതെ വാഗൊണ്ട് പറയത്തില്ല, ഉള്ളുകൊണ്ട് പറയും, ലോർഡ് താങ്ക് യു ദാറ്റ് വി ഡോണ്ട് ഹാവ് എ ചൈൽഡ് ലൈക്ക് ദാറ്റ്. അന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ പിടിച്ച് വാങ്ങിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുഞ്ഞ് അങ്ങനെ കടന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അല്ലെങ്കിൽ അതിന് അതുപോലത്തെ കൃപ തരണമായിരുന്നു. എനിക്ക് ചില കൃപ ആ കാര്യത്തിൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ പിള്ളേരെയൊക്കെ വഴക്ക് പറയുന്നത്. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നറിയാമോ? ഗോഡ് ന്യൂ ഇൻ ഹിസ് വിസ്ഡം, ഹീ ന്യൂ ദാറ്റ് ലെറ്റ് ദം നോട്ട് ഹാവ് എ ചൈൽഡ്. സിമ്പിൾ. സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ സങ്കടം വരും. പക്ഷേ അറിയാതെങ്കിലും ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കാര്യം ദൈവത്തിനറിയാം നമുക്കെന്ത് വേണമെന്ന്, എന്ത് വേണ്ടാന്ന്. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 ഫോർ ഗോഡ് വർക്ക്സ് എവ്രിതിങ് ഫോർ ദ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഹിം ആൻഡ് ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂട്ടിയിണക്കുന്നു. ഇപ്പം ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നന്മ അത് ദൈവം കൂട്ടിയാണ്. നിങ്ങൾക്കത് സമ്മതമല്ലായിരിക്കും, നിങ്ങൾക്കത് ഇഷ്ടമല്ല, നിങ്ങളതിനോട് ഇപ്പോഴും പ്രശ്നമാണ്. പക്ഷേ അത് ദൈവം തന്നതാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് ദൈവം നമുക്ക് തന്നതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അത് ദൈവം അത് നന്മയ്ക്കായി നമുക്ക് തന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് സ്തോത്രം ചെയ്യുകയല്ലാതെ അതിനെക്കുറിച്ച് പരാതി പറയുന്നത് ഇന്നങ്ങ് നിർത്തണേ. ദയവ് ഇതിൻ്റെ സഹോദരിമാരെ, ഇനി ഭർത്താവിനെക്കുറിച്ച് പരാതി പറയല്ലേ. കാര്യം നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ വകുപ്പില്ല. മറ്റേ ആമസോണിലാണെങ്കിൽ തിരിച്ച് റിട്ടേൺ ചെയ്യാം, ഇതിന് വകുപ്പില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര പേര് റിട്ടേൺ ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം അത് വെച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അല്ലേ? ദൈവം തൻ്റെ ജ്ഞാനത്തിൽ തന്നതിനെ അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. അത് ചിലപ്പം മക്കളുടെ കാര്യമായിരിക്കാം, ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തുമായിരിക്കോട്ടെ. പക്ഷേ ബി താങ്ക്ഫുൾ ഫോർ ഗോഡ് ഹാസ് ഗിവൺ യു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നെ ഒരു പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, സമൃദ്ധിയുടെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഒട്ടനെ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി നിങ്ങൾ എടുക്കണ്ട. മെറ്റീരിയൽ പ്രോസ്പെറിറ്റി ഉണ്ടെങ്കിൽ അനുഭവിച്ചോ, കുഴപ്പമില്ല. പക്ഷേ അത് ഒരാൾക്ക് മാത്രം, ഒരു കുടുംബത്തിന് മാത്രം അനുഭവിക്കാനുള്ളതല്ല, മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനാണ് ദൈവം തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. 90-ലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 92-ൽ ഞാൻ വൈവാമിൽ ചെന്നൈയിൽ പോയപ്പം, അന്ന് ഈ പറഞ്ഞ പോലെ ഞാനുണ്ട്, എൻ്റെ പപ്പയുണ്ട്, ജെസിയുണ്ട്, ഞങ്ങൾ 3 പേരുമാണുള്ളത്. ഒരു വരുമാനവുമില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു നിൽക്കുക ഞങ്ങൾ. പക്ഷേ കർത്താവിൻ്റെ വേല എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബൈബിൾ കോളേജിലേക്ക് ഒരു അപേക്ഷ ഇട്ടു, ഇന്ന് വരെ മറുപടി വന്നില്ല. അന്ന് നിങ്ങളുടെ ബൈബിൾ കോളേജ് ഉണ്ട കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങളെങ്കിലും ഒരു അഡ്മിഷൻ തന്നേനെ. ഞാൻ അറിയപ്പെടുന്നൊരു ബൈബിൾ കോളേജിലേക്കാണ് അപേക്ഷ ഇട്ടത്, ഇന്ന് വരെ മറുപടി വന്നില്ല. പോട്ടെ. പക്ഷേ അതേ ബൈബിൾ കോളേജിൽ പോയി 1 പ്രാവശ്യം ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഞാൻ ഈ കഥ അവിടെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനീ പറയുന്നത്, ഈ വൈവാമി പോയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കും, ചെന്നൈയിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം മാസം അന്ന് ആദ്യത്തെ വീടിന് വാടക എത്ര 1000 ഉണ്ടായിരുന്നു. 1000 800 ഒരു വാടക വീട്. 800 രൂപ വാടക, ജസ്റ്റ് 3 പേർ കഴിക്കാനുള്ള വക. അപ്പം 2000 രൂപ മാസം ഒരു സ്ഥിര വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു 2000 രൂപ തന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളും കഴിഞ്ഞു പോയനെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഞാൻ വായെടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. 2000 രൂപ നമുക്ക് മാസം ഒരു വരുമാനം ഈ വാടകയും കൊടുക്കാം. കാരണം വാടക കൊടുക്കാതെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും മറ്റൊരു വീട്ടിലുണ്ടായ ചരിത്രവും ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ ഒരു പേടി കിടപ്പുണ്ട്, വാടക കൊടുക്കാതെ വല്ലതും ഇറക്കി വിടുമോ. ഒരു 2000 രൂപ വരുമാനം മതി. അങ്ങനെ ഇരിക്കെ ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് എഴുത്ത് വരുന്നു. എൻ്റെ പപ്പ എഴുതുക, മോനെ എനിക്കൊരു 2000 രൂപ വെച്ച് മാസം ഒരു 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 മിനിസ്ട്രി, അതായത് ഒരു കൂട്ടായ്മ, അവരൊരു പെൻഷൻ എന്നല്ല, അവരതിന് പറഞ്ഞ ഫെലോഷിപ്പ് എന്നാണ്, ഒരു ഫെലോഷിപ്പോ സ്കോളർഷിപ്പ് എന്തോ ഒരു പേര്, ഒരു വല്ലാത്തൊരു അമേരിക്കൻ നെയിമാണ്. 2000 രൂപയുടെ ചെക്ക് 1-ാം തീയതി എൻ്റെ കൈ കിട്ടും. ഈ 1-ാം തീയതി എനിക്ക് കിട്ടി. ഇനി എല്ലാ മാസവും എനിക്ക് 2000 രൂപ എൻ്റെ പേരിൽ ഒരു ചെക്ക് വരുമെന്ന് എനിക്കറിയാം.
ഞാൻ ആ ഇൻലൻഡ് പൊട്ടിച്ച് വായിച്ചപ്പോൾ എൻ്റെ സന്തോഷം, ദൈവമേ, എല്ലാ മാസവും 1-ാം തീയതി 2000 രൂപ പപ്പായ്ക്ക് കിട്ടും. അതുകൊണ്ട് വാടക ആദ്യം കൊടുക്കാം, പിന്നെ ഉള്ളതുകൊണ്ട് കഴിയാം. ഞാൻ ഞായറാഴ്ച NLAG ആരാധനയ്ക്ക് പോയിട്ട് ഞാൻ തമിഴ് സർവീസ് ഉച്ചയ്ക്കുള്ള കഴിഞ്ഞിട്ട് ഞാൻ പാസ്റ്റർ മോഹനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ലുക്ക്, ദൈവം ഒരു വലിയ കാര്യം ചെയ്തു. 2000 രൂപ പപ്പായ്ക്കൊരു ഫെലോഷിപ്പായിട്ട് ചെക്ക് കിട്ടും. ആദ്യത്തെ ചെക്ക് കിട്ടി. അവിടെയാ? ரொம்ப സന്തോഷം. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, 2000 രൂപ അന്നൊരു ചെക്ക് മാസാമാസം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയേ ഉള്ളൂ ആഗ്രഹം, അത്രയേ പ്രതീക്ഷയുള്ളൂ. അതിനപ്പുറം എനിക്ക് ചിന്തിക്കാൻ അതിനുള്ള ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പം അതെൻ്റെ മന്നായിരുന്നു 2000 രൂപ. പക്ഷേ ഇന്ന് ആ 2000 കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഈ പറഞ്ഞ പോലെ അനേകർക്കും ഒരു അനുഗ്രഹമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം നിർത്തിയിരിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത്. ഇന്നും ഈ പറഞ്ഞ പോലെ മന്ന കൊണ്ട് ജീവിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷേ God wants you to have abundance so that you will be a blessing for others. Manna will be a blessing for you. You cannot bless anyone with this manna. അതാണ് പ്രശ്നം. ഈ മന്ന എടുത്ത് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പാലും തേനും ഒഴുകുന്നിടത്ത് നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇവിടെയാണ് മന്ന ആക്ച്വലി ഇറ്റ്സ് ഗോഡ് മീറ്റിംഗ് യുവർ നീഡ്സ്. ഇറ്റ്സ് നോട്ട് എ പ്രോമിസ് ബട്ട് എ മിറക്കിൾ. സ്വർഗത്തിൽ നിന്നൊരു സാധനം വീണ് എൻ്റെ മുറ്റത്ത് കിടക്കുന്നത് അതൊരു മിറക്കിൾ, അതൊരു അത്ഭുതമാണ്. പക്ഷേ പ്രോമിസ് ഈ മന്ന തരുമെന്നല്ല. ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് കടത്തി മരുഭൂമിയിൽ കൊണ്ട് മന്ന തരും എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത്. അല്ല, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ പ്രശ്നം ഈ പാലും തേനും ഒഴുകുന്ന ദേശം അതുകൊണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ്? കാനഡ, പിന്നെ എവിടെയാണ്? ഓസ്ട്രേലിയ, പിന്നെ എവിടെയാണ്? യൂറോപ്പ്. ഇപ്പം പേടി, കാരണം പ്രശ്നമായി, അല്ലേ? ഇതാണ് നമ്മുടെ പാലും തേനും ഒഴുകുക. അല്ല. അവിടെ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് സ്പിരിച്വൽ അബണ്ടൻസ്. എനിക്ക് മോർ ദാൻ എ കോൺകറർ, ഞാനൊരു ജയാളിയായി ജയോത്സവം കൊണ്ടാടി സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ഞാൻ അനേകർക്കൊരു അനുഗ്രഹമായി. ആ അവസ്ഥയാണ് ഈ പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറയാം. അതാണ് ആ സമൃദ്ധി പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാനും നിങ്ങളും ആ സമൃദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോഴും ആ സമൃദ്ധി വിശ്വസിക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് ഇന്നും ആ മന്നയിൽ മാത്രം ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മളതിന് പറയുന്നത് ഐ എം സോ ഹംബിൾ, ഐ വിൽ ജസ്റ്റ് ലീവ് ബൈ മന്ന, നോ പ്രോബ്ലം. അല്ല, അത് ഹ്യൂമിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ അറിവുകേടായിരിക്കും. പക്ഷെ ഇന്ന് ദൈവം നമ്മുടെ ചിന്തയൊന്ന് ഉണർത്തുക. ഇല്ല, ഞാൻ അനേകർക്കൊരു അനുഗ്രഹമാകേണ്ടതിന് ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് ഞാൻ കാലെടുത്ത് പ്രവേശിക്കുക. ഈ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞ ഐ എം മൂവിങ് യു ടു എ ന്യൂ സീസൺ വേർ യു വിൽ നോട്ട് ബി ഫെഡ് ബൈ മന്ന ഓൾ ദ ടൈം. യു വിൽ ബി entering a season where there will be milk and honey flowing. എൻ്റെ അർത്ഥം you will be a blessing for many, even for many nations. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാനത് പറഞ്ഞു, അല്ലേ? അപ്പം മിൽക്ക് ആൻഡ് ഹണി ഈസ് എ പ്രോമിസ്. പാലും തേനുമാണ് നമ്മുടെ വാഗ്ദത്തം. മന്ന അല്ല വാഗ്ദത്തം. പാലും തേനും ഒഴുകുന്ന ദേശമാണ് നമ്മുടെ വാഗ്ദത്തം. ഈ മന്ന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹെവൻലി ബ്ലെസ്സിങ്, സംശയമൊന്നും വേണ്ട, മുകളിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഈ പാലും തേനും എന്ന് പറഞ്ഞാൽ അതിവിടെ ഭൂമിയിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാവുന്നതാണ്. അപ്പം അവിടെയാണ് ഒരു കാര്യം. ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം ഈ മന്നയിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. കാര്യം എന്താ? ദേ ആർ സോ ലേസി. എന്താണ്? ഒരു പണിയും ചെയ്യത്തില്ല, ഞാൻ മിണ്ടാതിരിക്കും, എല്ലാവരും എന്നെ സഹായിച്ചോണം. ഞാൻ കൂടുതൽ പറയുന്നില്ല. പൗലോസ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ച്, നീ ജോലി ചെയ്യുന്നില്ലെങ്കിൽ തിന്നുകയും ചെയ്യരുത്, അല്ലേ? നമ്മളന്ന് ഒത്തിരി പേര് അങ്ങനെ കാണുന്നുണ്ട്, അല്ലേ? കർത്താവിൻ്റെ വേല ചെയ്യുകയാണെന്ന് പറയും, പക്ഷേ ഒന്നും ചെയ്യുന്ന പ്രത്യേകിച്ച് കാണാത്തവരെ എനിക്കറിയാം. അപ്പോൾ അവരെല്ലാം കാത്തിരിക്കുന്ന എന്തോ ഒന്ന് നടന്നിട്ടാണ് ഇനി അടുത്ത കർത്താവ്. അങ്ങനെ അല്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. ദൈവം വിശ്വസ്തനാണ്, ദൈവം നിങ്ങളെ മുന്നോട്ട് നടത്തും, അല്ലേ? ചിലരെങ്കിലും മെനി വോണ്ട് ടു സിറ്റ് ഇൻ പ്രേയർ സോ ദാറ്റ് സംബഡി എൽസ് വിൽ പേ ദെയർ ബിൽസ്. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ആരെങ്കിലും എൻ്റെ ബില്ലെല്ലാം അടച്ചോണം, എൻ്റെ മക്കളുടെ ഫീസ് ആരെങ്കിലും കൊടുക്കണം, എനിക്കുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കണം. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മറ്റുള്ളവർ നിൻ്റെ കാര്യം ചെയ്യുമെന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? ഏതാ വാക്യം ഒന്ന് കാണിച്ചു തന്നെ. പക്ഷേ എനിക്ക് ഒത്തിരി പേരെ എങ്ങനെ അറിയാം. അവരിങ്ങനെ എന്ത് ചെയ്യും? ഞങ്ങളൊന്നും ചെയ്യത്തില്ല, കൈ അനങ്ങത്തുമില്ല, മേലും അനങ്ങത്തില്ല, പക്ഷേ എന്ത് ചെയ്യും? മറ്റുള്ളവർ എൻ്റെ കാര്യമൊക്കെ നോക്കണം. അങ്ങനെ അല്ല. ആ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്നാൽ ആദ്യം ചെയ്യേണ്ടത്
നിലത്തിലെ അനുഭവം കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു. നിലത്തിലെ അനുഭവം കൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പം മുകളിൽ നിന്നുള്ള ഭക്ഷണം നിന്നു. ഇവിടെ ഇരിക്കുന്ന അധ്വാനിക്കുന്നവർക്കായിട്ട് സ്തോത്രം, ജോലി ചെയ്യുന്നവർക്കായിട്ട് സ്തോത്രം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അധ്വാനിക്കുകയും ജോലി ചെയ്യുന്ന ആളല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. കാരണം നിങ്ങൾ അങ്ങോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. അവിടെ ചെന്നുള്ള പ്രശ്നം മന്നയും ഇല്ല, മേലനങ്ങി പണിയെടുക്കാനും വയ്യ. രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾ പിന്നെ ചത്തുപോകാനേ വഴിയുള്ളൂ. അതിനേക്കാളും നല്ലത് തിരിച്ചിന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഒരു കൂട്ടർ വന്ന് യോശുവോട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് അപ്പുറത്ത് കൊണ്ടുപോകാതിരിക്കാമോ? അങ്ങനെയും കുറേ പേരുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകണ്ട. ഇന്നൊരു തീരുമാനം എടുക്കാം, ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഇരുന്നോ, നമ്മൾ അപ്പുറത്തോട്ട് പോവുക. ഓക്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം, പക്ഷേ നമ്മൾ പോവുക. കാര്യം ദൈവം വിളിച്ചെടുത്തേക്ക് നമ്മൾ മുന്നോട്ട് നമ്മൾ പോവുക. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പം ഏതവസ്ഥയൊക്കെയായി? 1 അടിമത്തത്തിലിരിക്കുന്നവർ, 2 മരുഭൂമിയിലിരിക്കുന്നവർ, 3 വാഗ്ദത്ത ദേശം. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ വന്നു. ഈ വാഗ്ദത്ത ദേശം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവില്ലല്ലേ? അവിടെയാണ് അതിൻ്റെ പൂർത്തീകരണം ഇരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം, അതിൻ്റെ പെർഫെക്ഷൻ. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് അന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ ആ അനുഭവത്തിലാണ് പ്രിയപ്പെട്ടവർ. നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ അവനോടൊപ്പം ഇരുത്തിയിരിക്കുന്നു. ഇരുത്തുമെന്നല്ല, ഇരുത്തിയിരിക്കുന്നു. ഫിസിക്കലി വി ആർ സിറ്റിംഗ് ഹിയർ, പക്ഷേ സ്പിരിച്വലി വേർ ആർ വി, അല്ലേ? സ്വർഗസ്ഥലങ്ങളിൽ അവനോട് കൂടെ. അതൊന്നും മനസ്സിലായിട്ടുണ്ടോ പ്രിയപ്പെട്ട? എത്ര പേർക്ക് അത് മനസ്സിലായി? ഐ എം സീറ്റഡ് വിത്ത് ഹിം ഇൻ ദി ഹെവൻലി റെലംസ്. യോശുവ 3-ാമത്തെ അധ്യായം 5-ാം വാക്യം. ഇന്നലെ ഇവിടെ വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടി. സാധാരണ പോലെ ഞങ്ങൾ 7 മണിക്ക് കൂടി, അറിയാമല്ലോ എത്ര മണിക്ക് നമ്മൾ. പക്ഷേ ഇന്നലെ 10 മണിയായിട്ട് ഇവിടെ പ്രാർത്ഥന നിർത്താൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് പോകാൻ ഒരു താല്പര്യം ആൾക്കാർക്ക്. പിന്നെ നമ്മൾ പോകണമല്ലോ എന്ന് വിചാരിച്ചങ്ങ് പോയി, കാരണം ഇന്ന് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴവിടെ ഒരു കാര്യം ഇന്നലെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ സംസാരിച്ചത് എന്താണ്? പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന്. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ യഹോവ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പം ഇന്നലെ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, കർത്താവെ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ കരുത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ, നാളെ നീ അതിശയം ചെയ്യണമേ അപ്പ. ഇന്നും ഞങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന, ലോർഡ് വി കോൺസെൻട്രേറ്റ് ourselves today, Lord. We sanctify ourselves today, Lord, so that tomorrow you will do a miracle. You will work. കർത്താവേ അങ്ങ് അതിശയം പ്രവർത്തിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ടുഡേയ്സ് സാങ്ക്ടിഫിക്കേഷൻ ഈസ് യുവർ ടുമോറോസ് സൂപ്പർ നാച്ചുറൽ, അല്ലേ? ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് സൂപ്പർ നാച്ചുറലാണ്. പക്ഷേ എൻ്റെ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വായ സൂക്ഷിക്കണം, ഞാൻ എൻ്റെ കണ്ണിനെ സൂക്ഷിക്കണം, ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കണം, ഞാൻ എൻ്റെ നടപ്പിനെ സൂക്ഷിക്കണം. അത് ഞാൻ ചെയ്ത് കർത്താവിന് ഞാൻ എന്നെ തന്നെ ഞാൻ അവൻ്റെ യാഗപീഠത്തിൽ യാഗമായി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ ദ സൂപ്പർ നാച്ചുറൽ യഹോവ അതിശയം നാളെ പ്രവർത്തിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ദൈവസഭയിലും, അല്ലേ? ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയും, ടുഡേയ്സ് പ്രെയർ ഈസ് ടുമോറോസ് പവർ. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ നാളെ ഞാൻ അതിൻ്റെ ശക്തി കാണും, അല്ലേ? ഇത് നമ്മളെല്ലാം ഈ ശക്തി കണ്ടിട്ട് പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുക. ശക്തി കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രാർത്ഥിക്കുക. ഒന്നും കാണാത്തപ്പോഴും പ്രാർത്ഥിക്കും. ഒരു കൈപ്പത്തി പോലും മേഘം കണ്ടില്ല, എന്നാലും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നാളെ മേഘം കാണും പ്രിയപ്പെട്ടവരെ. മഴയുടെ ഒരു ലക്ഷണവും ഇല്ല, അല്ലേ? എന്നാലും പ്രാർത്ഥിക്കുക, നാളെ ആ ശക്തി കാണും, അല്ലേ? ടുഡേയ്സ് ഹാർഡ് വർക്ക് ഈസ് ടുമോറോസ് പ്രോസ്പെറിറ്റി. ഇന്ന് ഞാൻ കഠിനമായിട്ട് ഞാനിവിടെ അധ്വാനിച്ചാൽ നാളെ അതിൻ്റെ ഫലം ഞാൻ എന്ത് ചെയ്യും? ഞാൻ തിന്നും. ചില കാര്യങ്ങൾ ഓർക്കണം. ടുഡേയ്സ് കോംപ്രമൈസ് ക്യാൻ ബി ടുമോറോസ് കാൻഡൽ. എന്താണ്? ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്താൽ നാളെ ഒരു അപവാദമായിട്ടും ചിലപ്പം വരും അത്. ഇന്ന് ഞാൻ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാതിരുന്നാൽ നാളെ ഞാൻ വീണുപോയാൽ അതൊരു വലിയ അപമാനവും അപവാദവുമായിട്ട് മാറും. അപ്പം സൂക്ഷിക്കേണ്ടത് ഇന്നാണ് പ്രിയപ്പെട്ടവരെ.
നാളെ ഞാൻ എന്നെ സൂക്ഷിച്ചോളാം എന്നല്ല പറയേണ്ടത്, ഇന്ന് ഞാൻ എന്നെ സൂക്ഷിക്കണം. നേരത്തെ ടുഡേസ് പ്രെയർ ടുമോറോസ് പവർ എന്ന് പറഞ്ഞാൽ തിരിച്ചും പറയാം, ടുഡേസ് പ്രെയർലെസ്നെസ് ഈസ് ടുമോറോസ് പവർലെസ്നെസ്. അങ്ങനെ എടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ, അല്ലേ? ഇന്നെൻ്റെ പ്രാർത്ഥനാരാഹിത്യം നാളെ എൻ്റെ ശക്തിരാഹിത്യമാണ്. കാരണം നാളെ ശക്തി കാണണമെങ്കിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു. ചെറുപ്പക്കാരോട് ഞാൻ പറയാറുണ്ട്, ടുഡേസ് ഫ്ലേർട്ടിങ് വിത്ത് സിൻ ഈസ് ടുമോറോസ് ഫാളിങ് ഇൻ സിൻ. നാളെ പാപത്തിൽ വീഴും, ഉറപ്പാണ്. ഇന്ന് എന്താ ചെയ്യുന്നത്? ഫ്ലേർട്ടിങ്. ഫ്ലേർട്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് കറക്റ്റായിട്ട് മലയാളത്തിൽ വാക്ക് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഫ്ലേർട്ട് അല്ലേ? പിള്ളേർക്ക് പറഞ്ഞാൽ അറിയാം, ഫ്ലേർട്ടിങ് അല്ലേ? ഇന്ന് ഫ്ലേർട്ട് ചെയ്താൽ നാളെ വീഴാൻ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് സാങ്ക്ടിഫൈ ചെയ്താൽ നാളെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും കാണാനുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, രണ്ട് ഒരു സീക്രട്ട് ആയിട്ട് ഒളിച്ചു വെച്ച രണ്ട് സംഭവങ്ങളുണ്ട്. ഒരു സ്ത്രീ, അവളുടെ പേര് രഹാബ് എന്നായിരുന്നു. അവളെപ്പറ്റി പറയുന്നത് വേശ്യ എന്നാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഒരു ഹാർലറ്റ് എന്നൊക്കെ പറയുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അവളുടെ ഈ പറഞ്ഞ പോലെ സംഗതി, അവളുടെ തൊഴിലും ഈ പറഞ്ഞ പോലെ അവളുടെ കുലമൊന്നും കൊള്ളത്തില്ല. പക്ഷേ ദൈവത്തിന് കരുണ തോന്നി അവളെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേര് ചേർത്തു. പക്ഷെ അവളങ്ങനെ പേര് ചേർക്കാൻ അവളുടെ പേര് ചേരാൻ കാര്യം എന്താണെന്നറിയാം? ഒറ്റുനോക്കാൻ പോയ ചിലരെ എന്ത് ചെയ്തു? അവളുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. അതിലൊരാൾ ഇവളുടെ ഭർത്താവുമായി പിന്നീട്, അല്ലേ, യേശുവിൻ്റെ വല്യമ്മയായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അവിടെ നോക്കിയേ, അവൾ ഒളിപ്പിക്കേണ്ടതിനെ അവൾ ഒളിപ്പിച്ചു, അല്ലേ? ഒളിപ്പിക്കേണ്ടതിനെ അവൾ ഒളിച്ചു വെച്ചു. അത് എക്സ്പോസ് ചെയ്യുകയല്ല, പിടിച്ചു കൊടുക്കുകയല്ല ചെയ്തു, ഒളിച്ചു വെച്ചു. അതുകൊണ്ട് ഇത് പറ്റി? അവൾക്ക് രക്ഷ കിട്ടി, അല്ലേ? അവളുടെ കുടുംബം രക്ഷപ്പെട്ടു. അവളുടെ കുലം അല്ലെങ്കിൽ അവളുടെ പേര് ആ വംശാവലിയിൽ വരാനിടയായി. ഞാൻ ഓടിച്ചങ്ങ് പറയുക, സമയക്കുറവുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഒളിച്ചു വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. എത്രത്തോളം നമുക്കൊരു സീക്രട്ട് പ്രെയർ ലൈഫുണ്ട്. ഈ ചിലർക്ക് ഒറ്റ പ്രശ്നമുണ്ട്. ചില മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ചിലർ, എന്നാലും അയാൾ എനിക്കൊരു പ്രാർത്ഥന പോലും തന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന എവിടെ വേണമായിരുന്നു? മൈക്ക് കൂടെ വേണമായിരുന്നു, അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ മൈക്ക് കൂടെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെ കേട്ടാൽ അറിയാം ഇവർക്ക് സീക്രട്ട് പ്രെയർ ഇല്ല എന്നുള്ള സത്യമാണ്. നമ്മുടെ ഒരാളുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം ഇവന് രഹസ്യ പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ ഒരുപാട് നീട്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഇയാളുടെ രഹസ്യ പ്രാർത്ഥന 0 ആയിരിക്കും. യേശുവിൻ്റെ അനുഭവം അറിയാമോ? യേശു രാത്രി പോയി രഹസ്യമായിട്ട് പോയി മലയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ഉയർപ്പിക്കാൻ വന്നപ്പം നമ്മളെങ്ങാനുമാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ, ആ ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സീൻ നിങ്ങളെ കൊണ്ടാണ് കർത്താവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, നിങ്ങളാ ഉരുട്ടിയ കല്ലിൻ്റെ വെളിയിൽ കിടന്നുകൊണ്ട് കാണിക്കുന്ന കോപ്രായം ഊഹിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ച് കിടുക്കിയേനെ, പക്ഷെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന യേശു വന്നിട്ടൊരു കൊച്ചു പ്രാർത്ഥന, പിതാവേ, നമ്മളെ മുകളിൽ ബന്ധം അറിയാമല്ല, പക്ഷേ ഇവന്മാർക്ക് അറിഞ്ഞൂടാ. ശരി, എന്ത് ചെയ്തു? നീ ഇപ്പോഴും കേൾക്കുന്നു, ഇനിയും കേൾക്കും, എനിക്കറിയാം. ശരി, അധികാരത്തോടെ ലാസറേ പുറത്തു വാന്ന് പറഞ്ഞു. ആളിങ്ങ് പുറത്തു വന്നു. നമ്മളൊക്കെയോ ഒരു മൂക്കിപ്പനി മാറ്റാൻ വേണ്ടി കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ചാട്ടവും ഫത്സനവും, അയ്യോ എന്തൊക്കെയാണ്! ഞാൻ പനിയെ ശ്വാസിക്കുന്നു. എടേ, മരിച്ചവനെ ഊർപ്പിക്കാൻ ഇത്രയും ശബ്ദം എടുത്തില്ല യേശു, അല്ലേ? കാര്യം എന്താ? രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശുവായിരുന്നു. ഇന്ന് നമ്മളൊരു കാര്യം ഓർക്കണം, വി ഹാവ് ടു ഹാവ് സം സീക്രട്സ് ഹൈഡിങ് ഇൻ അവർ ഹാർട്ട്. പ്രാർത്ഥന രഹസ്യത്തിൽ. അടുത്തത് ഫാസ്റ്റിംഗ്, ഉപവസിക്കുന്നത് രഹസ്യത്തിൽ. ഇന്നത്തെ പ്രശ്നം, നമ്മൾ കഷ്ടകാലത്തിനെങ്ങാനും ഒരു ദിവസം ഒന്ന് ഉപവസിച്ചാൽ അത് 4 പേരൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെന്തോന്ന് ഉപവാസം, അല്ലേ? അതെങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഇൻഡയറക്റ്റായിട്ടല്ലെങ്കിൽ നമ്മളൊന്ന് വർത്തമാനത്തിലെങ്കിലും ഒന്ന് പിടിപ്പിക്കും, അല്ലേ? അപ്പോൾ ആരും എന്തു പറ്റി? അല്ല എന്തു പറ്റി? ഒരു ക്ഷീണം, മുഖത്തൊരു കുഴപ്പമില്ല, അല്ല എന്തുകൊണ്ട്? ഈയിടയ്ക്ക് വല്ല ചെക്കപ്പ് പോലും ചെയ്താൽ, അല്ല ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഒരാൾ അറിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം നിങ്ങളുടെ പ്രതിഫലം കിട്ടിപ്പോയി. ഈ ഫാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഫാസ്റ്റ് ചെയ്താൽ തന്നെ പ്രതിഫലം കിട്ടിപ്പോയി. പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ ഫാസ്റ്റ് ചെയ്തോ അതൊന്നും
കണക്ക് വരത്തില്ല. അതുകൊണ്ട് അതും രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ്. മൂന്നാമതൊന്നുകൂടെ ഉണ്ട്, എന്താണെന്നറിയാമോ? ഗിവിങ്. കൊടുക്കുന്നത് എന്ത് ചെയ്യണം? കൊടുക്കണം. രഹസ്യത്തിൽ കൊടുക്കണം. ബിൽഡിംഗ് ഫണ്ട് തരുന്ന രഹസ്യത്തിൽ കൊടുക്കരുത്. നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പിയും കൂടെ വേണം, ഇല്ലെങ്കിൽ ഓഡിറ്റർ നമ്മളെ പിടിക്കും. അതാണ് പ്രശ്നം. അതൊഴിച്ച് ബാക്കി എല്ലാ രഹസ്യത്തിൽ കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ആരെയും അറിയിക്കണം. നിങ്ങൾ നേരിട്ട് ദൈവം നിങ്ങൾ തോന്നിക്കുന്നവർക്കെല്ലാം കൊടുത്തോ. സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അതെല്ലാം. ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഞാൻ പറയാറുണ്ടല്ലോ, wherever the Lord wants you to give. അതിനൊരു റെസ്ട്രിക്ഷൻ ഇവിടെ ഇല്ല. പക്ഷേ രഹസ്യത്തിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്? ഒരാന ഈ പറഞ്ഞ പോലെ പ്രസവിച്ചു. ഒരാനക്കുട്ടിക്ക് ഒന്നുമില്ലെങ്കിൽ എത്ര രൂപ വില കാണും? ഒരു 50 രൂപ മിനിമം കിട്ടും. അതേ സമയത്ത് ഒരു കോഴി ഒരു മുട്ട ഇട്ടു. ഒരു മുട്ടയ്ക്ക് എത്ര രൂപ ഇപ്പം? പണ്ട് 50 പൈസയായിരുന്നു, ഇപ്പം 5 രൂപ. പക്ഷേ ആ ഒരു മുട്ട ഇട്ടിട്ട് ആ കോഴി അവിടെ കടന്ന് പറന്ന് ടെറസിൻ്റെ മണ്ടേ കയറി, മറ്റേ കച്ചിത്തുറുവിൻ്റെ മണ്ടേ കയറി, ഇപ്പുറത്തൂടെ പറന്ന് ആ കിണറ്റിൻ്റെ മണ്ടേ കൂടെ പറന്ന് അപ്പുറത്ത് പോയി, അപ്പുറത്തെ പറമ്പിൽ ചെന്ന്. എന്താണ്? പുള്ളി ഒരു മുട്ട ഇട്ടു. പക്ഷേ ഇന്ന് വരെ ഒരാന കുട്ടിയിട്ടിട്ട് ചുമ്പുക്കൈ വെട്ടി വേണ്ടേ ഞാനൊരു കുട്ടി ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി തീരുമാനിച്ചോ, നിങ്ങൾ ആനയോ കോഴിയോ കൊടുക്കുമ്പം ഒരു മനുഷ്യരെ അറിയിക്കാതെ നിങ്ങൾ കൊടുക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഗിവിങ്, ഈ 3 തിങ്സ്, ഡു ഇറ്റ് ഇൻ സീക്രട്ട്. അത് നിങ്ങളുടെ രഹസ്യത്തിൽ വയ്ക്കുക. ദൈവം നിങ്ങളെ മാനിക്കും. പക്ഷെ അതേ സമയത്ത് ഓടിച്ചു പോവാം. അതേ യോശുവയിൽ ഒരു യുദ്ധത്തിന് പോയി. ഇവർ വലിയ ഗമയിലാണ്. യോശുവ വളരെ കൂളായിട്ടാണ് പോയത്. കാരണം തനിക്ക് തൊട്ടുമുമ്പുള്ള യുദ്ധമൊക്കെ ജയിച്ചു. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയത്. പക്ഷെ പോയെടുത്ത് തോറ്റോടി എന്നാണ് എഴുതിയിരിക്കുന്നത്. തോറ്റോടി വന്നിട്ട് യോശുവ നെടുമ്പാട് വീണ് വസ്ത്രമൊക്കെ കീറി ദൈവത്തോട് അങ്ങ് കരഞ്ഞു. പക്ഷെ അവിടെ യോശുവ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? ലോർഡ്, ഇതിലും ബെറ്റർ യോർദാൻ അക്കരയായിരുന്നു. അത്രയ്ക്ക് നിരാശപ്പെട്ടു പോയി. അപ്പം ഇങ്ങനൊരു ഒരു 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 പരാജയം വരാൻ കാര്യം എന്താ? ദൈവത്തോട് ചെന്ന് ചോദിച്ചു. പാവം, അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, തോറ്റതിന് കാര്യമുണ്ട്. എന്താണ്? ഒരു പാപം ചെയ്തു. ആര് ചെയ്തു? ഒരാൾ ചെയ്തു. അതാരാ? ദൈവം പറഞ്ഞു കൊടുത്തത്. നീ കണ്ടുപിടിക്കുക. ചെന്നങ്ങോട്ട് കണ്ടുപിടിച്ചു. ഇല്ല പോക്കറ്റടി ബസ്സിനകത്ത് കടന്നാൽ ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ വിടും. എന്നിട്ട് എന്ത് ഈ പോലീസുകാരൊന്നും ഓരോരുത്തരെയും തപ്പും. അതുപോലെ യോശുവയുടെ ജോലി ഇനിയിപ്പോൾ എല്ലാവരെയും തപ്പണം. അപ്പോൾ അവസാനം തപ്പി ആളിനെ കിട്ടിയപ്പം യോശുവ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതെവിടാണെന്നറിയാമോ? യോശുവ പറയുന്നത്, മോനെ വിളിക്കുന്നത് എന്തുവാ? യോശുവ ആഖാനോട്. ഏതാ വാക്യം എന്ന് പറഞ്ഞേക്കണേ? യോശുവ 7:19. 7:19 കറക്റ്റ്. യോശുവ ആഖാനോട് മകനെ. ഉണ്ടോ? കുറ്റം ചെയ്തവനെ എന്താ വിളിക്കുന്നത്? മകനെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. നമ്മളെപ്പോഴും ഓർക്കണം, ഒരു പാപം ചെയ്താൽ ഏറ്റുപറയേണ്ടത് ആരോടാ? ദൈവത്തോട്. മനുഷ്യരോട് ഏറ്റുപറയേണ്ട, ദൈവത്തോടെ ഏറ്റുപറയേണ്ടത്. ഇനി അതിൻ്റെ കൂടെ നീ എന്തു ചെയ്തു എന്ന് പറക. എന്നോട് മറച്ചു വയ്ക്കരുത്, എന്നോട് പറ. അപ്പം അതിൻ്റെ അർത്ഥം കൺഫസ് ഓൾവേസ് ടു ഗോഡ്. ആൻഡ് ഇഫ് പോസിബിൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ കോൺഷ്യൻസ് ടു ടെൽ വൺ മോർ പേഴ്സൺ. അത് എസ്പെഷ്യലി ഒരു കൗൺസിലറോ ഒരു മെൻറ്ററോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോ. കാര്യം എന്തിനാണെന്നറിയാമോ? ഇല്ലെങ്കിൽ പിശാച് നിരന്തരം വന്ന് എന്ത് ചെയ്യും? കുത്തിക്കൊണ്ടിരിക്കും. ആരും അറിഞ്ഞില്ലെന്നാണ് നിൻ്റെ പേരം. അത് നമ്മൾ ദൈവത്തോട് എത്ര പറഞ്ഞ് ക്ഷമ ചോദിച്ച് എന്നാലും നമുക്കൊരു തൃപ്തി, ദൈവം ക്ഷമിച്ചോ എന്നുള്ളൊരു ഇത് കിടക്കും. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ. അതുകൊണ്ടാണ് ഈ കത്തോലിക്കർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? കാത്തലിക്സ് ഹാവ് ഒരു വലിയൊരു പ്രിവിലേജ്. എന്താണ്? അച്ഛനോട് പോയി പട്ടക്കാരനോട് കുമ്പസരിക്കാം. കുമ്പസാരം തെറ്റാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറ്. ഞാൻ ഒരു കാര്യം പറയാം, കുമ്പസാരം തെറ്റല്ല. പക്ഷെ ഒറ്റ പ്രശ്നം, വചനത്തിലെ കുമ്പസാരം നിങ്ങൾ അന്യോന്യം, അതിനൊറ്റ കണ്ടീഷനേ ഉള്ളൂ, അച്ഛനോട് പോയി കുമ്പസരിക്കുമ്പം അച്ഛനും എന്ത് ചെയ്യണം? അത്രയേ ഉള്ളൂ. അതുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഒരാളോട് മാത്രം പോയി കുമ്പസരിച്ചിട്ട് അയാൾ മാത്രം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അയാൾക്ക് ക്ഷമിക്കാനുള്ള വകുപ്പും അങ്ങനെയാണ് ഇല്ല. പക്ഷെ ഇവിടെ ദൈവത്തോടാണ് ഏറ്റു പറയേണ്ടത്. പക്ഷേ നീ എന്നോട് പറ എന്താ ചെയ്ത്, അതേ ഉള്ളൂ. അച്ഛനോട് പോയി പറയുന്നത് അത്രയേ ഉള്ളൂ, അല്ലേ? അച്ഛൻ ആ കുമ്പസരിച്ച ആൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു വേണമെങ്കിൽ അങ്ങനെ അങ്ങ് വിടാം വേണമെങ്കിൽ. പക്ഷെ പ്രശ്നം ഇതാണ്, ദൈവത്തോട് പാപമേറ്റു പറയണം. ഒരാളോട് പറഞ്ഞാൽ നല്ലത്. കാര്യം പിന്നീട് പിശാച് വന്ന് കുത്തുമ്പോൾ പറയാം, വിട് ഞാനത് ഒരാളോട് പറഞ്ഞു, അത് കഴിഞ്ഞ കാര്യമാണ്, ഇനി അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട നമുക്ക് പറയാം. ശരി, അങ്ങനെ ഒളിച്ചു വെച്ചു.
എന്തു പറ്റി? ആ ഒളിച്ചു വെച്ചത് എന്തായി തീർന്നു നമുക്കറിയാം അല്ലേ? ആ ഒളിച്ചു വെച്ചത് ആ രാഹാബിനെ സംബന്ധിച്ചോളം അവൾ ഒളിച്ചു വെച്ചത് അവൾക്ക് അടുത്ത ഭാവിയിൽ അത് അനുഗ്രഹമായി തീർന്നു. വാട്ട് യു ഹൈഡ് ടുഡേ വിൽ ചേഞ്ച് യുവർ ടുമോറോ. എന്താണ്? ഇന്ന് ഞാൻ എന്ത് ഇവിടെ ഒളിച്ചു വയ്ക്കുന്നുവോ, ഞാൻ രഹസ്യത്തിൽ ഒളിച്ച് ചെയ്യുന്ന പ്രാർത്ഥന, ഞാൻ രഹസ്യത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ രഹസ്യത്തിൽ കൊടുക്കുന്നത്, നാളെ അത് അനുഗ്രഹമായിട്ട് ദൈവം എനിക്ക് തരും. എൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ അനേകർക്കൊരു അനുഗ്രഹമായി കഴിയും. പക്ഷെ അതെന്തുകൊണ്ടാണ് ദൈവം നാളെ എന്നെ അനുഗ്രഹിച്ചത്? ഞാൻ രഹസ്യത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ. എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുക, നിങ്ങൾ രഹസ്യത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഹൈഡ് പ്രെയർ ആൻഡ് സ്ക്രിപ്ചേഴ്സ് ഇൻ യുവർ ഹാർട്ട്. എന്താണ്? ദൈവവചനം ഈ പുസ്തകത്തിൽ പേപ്പറിൽ മാത്രമല്ല ഇരിക്കേണ്ടത്, ഇത് പതുക്കെ ഇങ്ങോട്ടിങ്ങ് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? എൻ്റെ ഉള്ളിൽ വചനമുണ്ടെങ്കിലേ ഒരാവശ്യം വരുമ്പം പരിശുദ്ധാത്മാവ് തക്ക വചനം എന്നെ ഓർപ്പിച്ച് ആ വചനം വായിലൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയൂ. ശരിയല്ലേ? ശരിയല്ലേ? അപ്പം ഈ വചനം എൻ്റെ അകത്തില്ലെങ്കിൽ പിന്നെ ദൈവം എന്ത് ഓർപ്പിക്കാനാ? ഇന്ന് പലപ്പോഴുള്ള പ്രശ്നം, നമ്മുടെ ഹാർട്ട് ബ്ലാങ്കാ, ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിന് ഓർപ്പിക്കണമെന്ന് വരച്ചാലും എവിടെ ഓർപ്പിക്കാനാ? അകത്തുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഇതിനകത്തിട്ടതേ പുറത്തോട്ട് വരത്തുള്ളൂ പ്രിയപ്പെട്ടു. അപ്പം ഹൈഡ് ദ സ്ക്രിപ്ചേഴ്സ് ഇൻ യുവർ ഹാർട്ട്, അല്ലെങ്കിൽ വേറെ നല്ല വാക്ക് ട്രഷർ ദ സ്ക്രിപ്ചേഴ്സ് ഇൻ യുവർ ഹാർട്ട്. അപ്പം പ്രാർത്ഥനയും വചനവും നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഒളിച്ചു വെച്ചാൽ യുവർ ടുമോറോ വിൽ ബി റിവാർഡഡ്. ആ രാഹാബ് അന്ന് അവരെ ഒളിപ്പിച്ചു വെച്ചത് കാരണം അവൾക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു. നമ്മൾ എന്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നുവോ നാളെ അത് അനുഗ്രഹമാണ്. പക്ഷേ ഈ ആഹാനോ, അവൻ ശരിയായ കൂട്ടത്തിലായിരുന്നു, ശരിയായ കുടുംബത്തിലായിരുന്നു, ശരിയായ ലീഡറിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അവനോട് ദൈവം പറഞ്ഞത് അവനനുസരിക്കാതെ പെട്ടെന്നൊരു സംഗതി കണ്ടപ്പോഴത്തേക്കും കണ്ടു, മോഹിച്ചു, എടുത്തു. എപ്പോഴും ഓർക്കണം, അത് ആദ്യം എന്താണ് പ്രശ്നം? കണ്ടപ്പോൾ എന്തു പറ്റി? അകത്തൊരു മോഹം വന്നു. പക്ഷേ എന്ത് ചെയ്തു? ഇനി കൺട്രോൾ വിട്ടുപോയി, എടുത്തുപോയി. ഇതാണ് പ്രശ്നം. ഇത് തന്നെയായിരുന്നു ഏദൻ തോട്ടത്തിൽ. എന്തായിരുന്നു? കണ്ടു, കൊള്ളാം, ഇത് കൊള്ളാം, ഇത് ജ്ഞാനം പ്രാപിപ്പാൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? എടുത്തു, കഴിച്ചു, കൊടുത്തു. ഇവനെല്ലാം വരുത്തി വെച്ചു അല്ലേ? യേശു ഭൂമിയിലായിരുന്നപ്പോഴും ആ 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ ആയിരുന്നപ്പം പരീക്ഷകൻ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞേ? ഇതെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞതിനേക്കാളും മോഹിപ്പിച്ചു. പക്ഷേ യേശു അതിൽ വീണില്ല, എടുത്തില്ല, അതിനെ റിജക്റ്റ് ചെയ്തു. അതേ ടാക്ടിക്സ് തന്നെ ഇന്ന് പിശാച് നമ്മളോടും പറ്റുന്നത്. എന്താണ്? നമ്മുടെ മുമ്പിൽ പലതും കാണിച്ച് മോഹിപ്പിക്കുമ്പം അത് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് എന്താണ്? നമ്മുടെ തീരുമാനം. അത് വേറെ ആരും തീരുമാനിച്ചാൽ പറ്റും, നമ്മൾ തന്നെ തീരുമാനിക്കണം. വെദർ ഐ വോണ്ട് ഇറ്റ് ഓർ നോട്ട് അല്ലേ? അത് എടുക്കണോ അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ള എൻ്റെ തീരുമാനമാണ്. അത് ഇറ്റ്സ് ഓൺലി എ ക്ലിക്ക് അവേ എന്ന് പറഞ്ഞ പോലെ അതെൻ്റെ തീരുമാനമാണ് അല്ലേ? ഇന്നത്തെ പ്രശ്നം കണ്ണിൻ്റെ മോഹം, ജഡത്തിൻ്റെ മോഹം, പിന്നെ അതെനിക്ക് എടുത്തു കഴിയുമ്പം അതെൻ്റേതാണ്, വാട്ട് ഐ ഹാവ് ആൻഡ് ഹൂ ഐ ആം എന്നുള്ള ആ ഒരു അഹങ്കാരം, അതാണ് പ്രൈഡ് ഓഫ് ലൈഫ്. ഇത് എവിടെ നിന്നുള്ളതാ അല്ലേ? ഇത് ഉയരത്തിൽ നിന്നുള്ള അല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. യുവർ സീക്രട്ട് ചൂസസ് യുവർ ഫ്യൂച്ചർ. എന്താണ്? നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആ രഹസ്യമാണ് അല്ലേ? ഈ രഹസ്യമായിട്ട് കൊണ്ട് ഒളിച്ചിട്ട കാര്യം പക്ഷേ എന്ത് ചെയ്തു? ദൈവം അത് പരസ്യമാക്കി. അവസാനം എന്തു പറ്റി? പരസ്യമാക്കിയപ്പം ഒരു വിട്ടുവീഴ്ചയില്ല. കല്ലെറിഞ്ഞ് എന്ത് ചെയ്തു? തന്നെയും തൻ്റെ കുടുംബത്തിൻ്റെ വീടെന്താക്കി? കൽക്കുന്നാക്കി. ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ആ കുടുംബവും ഗോത്രവും പോയി. നമ്മളൊരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈത് സൂപ്പർ നാച്ചുറൽ ഓർ സ്കാൻഡൽ. ഇന്നും ആ കല്ലെറിഞ്ഞ് കൊന്നവൻ്റെ കാര്യം നമ്മളിപ്പം പറയുമ്പം ആലോചിച്ച് നോക്കിയേ അല്ലേ? മോശമായിട്ടല്ലേ നമ്മൾ ആ കാര്യത്തെ കാണുന്നതെന്ന് അല്ലേ? പറയാൻ കൊള്ളാവുന്നൊരു കാര്യമാണോ? ഒരു മോഷണം എന്താണ്? ഇഷ്ടപ്പെട്ടു, എടുത്തു. ഇഷ്ടപ്പെട്ട് എടുത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ്
അതിനൊരു പരിഹാരം വരുത്തിക്കോണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ, ഇഫ് യു ഹാവ് സീൻ സംതിങ്, ഇഫ് യു ആർ ടെംപ്റ്റഡ് വിത്ത് സംതിങ് ആൻഡ് യു ടുക്ക് ഇറ്റ്, ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ ഹൈഡിങ്, അതാണ് കാര്യം, ഇഫ് യു ആർ സ്റ്റിൽ ഹൈഡിങ് ഇറ്റ്, എവിടെയെങ്കിലും വെച്ചത് ദൈവത്തോടെ നിങ്ങൾ ഏറ്റു പറഞ്ഞേക്കണം. തെറ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് അർഹതയില്ലാത്തതും വെല്ലും നമ്മുടെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതും മോഷണം തന്നെയാണ്. അതും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിന് നിരപ്പ് പ്രാപിച്ചോണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം, വിൽ യു ഡെവലപ്പ് എ സീക്രട്ട് പ്ലേസ് ഇൻ യുവർ ലൈഫ്? അല്ലേ, ഒരു രഹസ്യ ജീവിതം. അതെന്താണ്? മോശം കാര്യങ്ങൾക്കല്ല, മോശം കാര്യങ്ങൾ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്നതല്ല, ശരിയായ കാര്യങ്ങൾ, അല്ലേ, ദൈവികമായ കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ, അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചാൽ എൻ്റെ നാളെ തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് മാറും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ? യുവർ സീക്രട്സ് മാറ്റർ. കീപ്പ് ദ റൈറ്റ് സീക്രട്സ്. ശരിയായ രഹസ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷെ നമ്മുടെ പ്രശ്നം, ശരിയായ കാര്യങ്ങൾ ഇതൊന്നും രഹസ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലില്ല. അല്ലാത്ത എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. വേണ്ടാത്ത രഹസ്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാം, അതെല്ലാം കൺഫസ് ചെയ്യാം, അതെല്ലാം സെറ്ററൈറ്റ് ചെയ്യാം, അതെല്ലാം റിക്കൺസൈൽ ചെയ്യാം. പകരം ശരിയായ കാര്യങ്ങൾ, ലെറ്റ് അവർ ഹാർട്ട് ഓക്യുപ്പൈ, അല്ലേ, ലെറ്റ് അവർ സീക്രട്ട് പ്ലേസ്. ഒരു ചോദ്യം, ഡു യു ഹാവ് എ സീക്രട്ട് പ്ലേസ് ഇൻ യുവർ ലൈഫ്? ഡു യു ഹാവ് എ സീക്രട്ട് പ്രെയർ ലൈഫ് ഇൻ യുവർ ലൈഫ്? ഡു യു ട്രഷർ ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ യുവർ ഹാർട്ട്? രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. കണ്ണിലടയ്ക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആരും നിങ്ങളെ ഇളക്കി പ്രസംഗിച്ചൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശാന്തമായി നമ്മളോട് ഇടപെടുകയായിരുന്നു. ഇന്നും ആ ബന്ധനത്തിലിരിക്കുകയാണെങ്കിൽ, അടിമത്തത്തിലിരിക്കുകയാണെങ്കിൽ അത് വിട്ട് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുറത്തു വരുമ്പോൾ മരുഭൂമിയിൽ മന്ന കൊണ്ട് മാത്രം ഇരിക്കണമെന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മരുഭൂമി ഒരു ഡെസ്റ്റിനേഷൻ അല്ല. മരുഭൂമി നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അല്ല. പാലും തേനും ഒഴുകുന്നൊരു കനാൻ ദേശമാണ് ഡെസ്റ്റിനേഷൻ. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടാവും. പക്ഷേ സ്റ്റോപ്പ് ഓവറിനെ അങ്ങ് ഡെസ്റ്റിനേഷൻ ആക്കരുത്. നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയപ്പം ഗൾഫിൽ എവിടെയെങ്കിലും ഇറങ്ങി, ഖത്തറിൽ ഇറങ്ങി, അല്ലെങ്കിൽ ദുബായിൽ ഇറങ്ങി. ദുബായിൽ ജസ്റ്റ് ആ എയർപോർട്ടിൽ കുറേ നേരം ട്രാൻസിറ്റിന് വേണ്ടി മാത്രം നിങ്ങളെ അനുവദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ദുബായ് വാസ് നോട്ട് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പോലെ നമ്മളെ കനാൻ ദേശത്തിലേക്കാണ്, വാഗ്ദത്ത ദേശത്തിലേക്കാണ് കർത്താവ് വിളിച്ചിറക്കിയതെങ്കിൽ മരുഭൂമിയിൽ മന്ന കൊണ്ട് സമാധാനിച്ചിരിക്കരുത്. മന്നയിൽ തൃപ്തരായി അങ്ങ് ഇരിക്കരുത്. മന്നയിൽ തൃപ്തരായിരിക്കണമെന്നൊക്കെ പാട്ടുണ്ട്, അത് ശരി, അതിൻ്റെ അർത്ഥം വേറെയാണ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, ഇന്നത്തെ സഭ ഈ മരുഭൂമിയിൽ ഈ മന്ന കൊണ്ട് മാത്രം അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക. അടുത്ത ആളെൻ്റെ വിഷയമേ അല്ല. സകലരും രക്ഷിക്കപ്പെടണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഞാനും നിങ്ങളും ഇത് മറ്റുള്ളവരോട് പോയി പറയാതെ എങ്ങനെ അവർ അനുഭവിക്കും? പ്രിയപ്പെട്ടവരെ, എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, എന്നെ നീ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഞാൻ ഇന്നൊരു പക്ഷേ മരുഭൂമിയിലാണ്, പക്ഷേ ഇവിടെയും നിൽക്കാനല്ലല്ലോ നീ എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് വാഗ്ദത്ത ദേശത്തേക്കാണെങ്കിൽ കർത്താവേ, ഞാനിതാ വിശ്വാസത്താൽ എൻ്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നപ്പ. ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെ ഒരു പ്രതികൂലമുണ്ട്. ആദ്യം ഇറങ്ങി വന്നപ്പം ഒരു വലിയ ചെങ്കടലായിരുന്നു പ്രതിബന്ധമായി നിന്നതെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കരകവിഞ്ഞൊഴുകുന്നൊരു യോർദാനുമുണ്ട്. പക്ഷേ അവിടെയും മുകളിലോട്ട് നോക്കി നിൽക്കാനല്ല കർത്താവ് പറഞ്ഞത്. ദൈവം താഴോട്ട് നോക്കുക. യോശുവേ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? കാലെടുത്ത് അങ്ങോട്ട് ചവിട്ട്, വിശ്വാസത്തോടെ കാലെടുത്ത് വെള്ളത്തിലോട്ട് വയ്ക്കുക, അതിൻ്റെ ഒഴുക്ക് നിൽക്കും, നിങ്ങൾ അപ്പുറത്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും, ബൈ ഫെയ്ത്ത് പുട്ട് യുവർ ഫീറ്റ് അറ്റ് ദ വാട്ടർ, യു വിൽ ക്രോസ് ഓവർ. നിങ്ങൾ അപ്പുറത്തോട്ട് പോകും. പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ രീതി വ്യത്യാസമാണ്, അവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ വ്യത്യാസമാണ്. കാര്യം അവിടെ ഇനി മന്ന ഇല്ല, പക്ഷേ അവിടെ സമൃദ്ധിയുണ്ട്. ആ സമൃദ്ധി നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അനേകർക്കൊരു അനുഗ്രഹമാകാൻ വേണ്ടിയുള്ള സമൃദ്ധിയാണ്. ഇതുവരെ മന്ന കൊണ്ട് മാത്രം തൃപ്തരായിരുന്നവരാണെങ്കിൽ ഇന്ന് കർത്താവെ, മന്നയ്ക്കായിട്ട് സ്തോത്രം, ദാറ്റ് വാസ് ഫോർ എ സീസൺ,
പക്ഷേ ഇനി മന്ന നിന്നു പോകും. കാര്യം എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന അവസ്ഥയിലേക്കാണ്. ഞാൻ മുന്നോട്ട് എൻ്റെ പാദങ്ങൾ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേരൊരു തീരുമാനമെടുക്കും. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, എൻ്റെ കർത്താവ്, ഞാൻ ഒത്തിരി ഞെരുങ്ങി ഇടുങ്ങി കർത്താവെ നാരോ ആയിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോവുമായിരുന്നു. അങ്ങനെ അല്ലപ്പാ, എന്നെ വിളിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ജീവിതത്തിലേക്കല്ല. എന്നെ വിളിച്ചിരിക്കുന്ന ഒരു സമൃദ്ധിയായി അവൻ വന്നത് ജീവൻ തരുവാനാണ്, അതും സമൃദ്ധിയായ ജീവൻ തരാനാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമൃദ്ധിയായ ജീവൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ സമൃദ്ധി അനുഭവിക്കുന്നുണ്ടോ? ഒരു പൊത്തുവരുത്ത ജീവിതം, ഒരു 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 വല്ലാത്തൊരു ഇഴഞ്ഞു നീങ്ങിയും പോകുന്നൊരു ജീവിതം അല്ല. ക്രിസ്തുയേശുവിൽ എന്നെ നാൾതോറും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വിക്റ്റിമായിട്ടിരിക്കാനല്ല ദൈവം വിളിച്ചത്, വിക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു മോർ ദാൻ വിക്ടോറിയസ് എന്നുള്ളതാണ്. എന്നും ഇങ്ങനെ സങ്കടം പറഞ്ഞും ഇങ്ങനെ മറ്റുള്ളവരുടെ ദയയിലും ഒക്കെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വാസ്തവമായിട്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാനാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ, എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ, എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹാലലൂയ, ഹാലലൂയ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ വചനം കേട്ട എല്ലാവരെയും, അടിയനെ ഉൾപ്പെടെ കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ദൈവസഭയെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് വിളിച്ച് ആ സമൃദ്ധിയിലേക്ക് പോയി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, സന്തോഷ സമൃദ്ധി, സമാധാനത്തിൻ്റെ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി, ഓ ഹല്ലേലൂയ, അങ്ങനെ ഒരു സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ, കുടുംബങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.